ഇതിൽ മക്കളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവരതിനകത്ത് ഫസ്റ്റ് കോളത്തിൽ സെമി കണ്ടക്ടേഴ്സിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതേപോലെ പി ടൈപ്പ്, എൻ ടൈപ്പ്, പിന്നെ ലാസ്റ്റ് വൺ ഇസ് മെറ്റൽസ്. അതിനകത്ത് അവസാനത്തത് മെറ്റലാണ്. പിന്നെ സെക്കൻഡ് കോളത്തിൽ ഫെർമി ലെവലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഫെർമി ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ദി എനർജി ഓക്യുപ്പൈഡ് ബൈ എൻ ഇലക്ട്രോൺ, ദി ഹയസ്റ്റ് എനർജി ഓക്യുപ്പൈഡ് ബൈ എൻ ഇലക്ട്രോൺ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ഫെർമി ലെവൽ. അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജിയാണ് ഫെർമി ലെവൽ. നിങ്ങളതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന അതിലേക്ക് നോക്കിയേ, എയിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മീൻസ് എ സെമി കണ്ടക്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റി. നമ്മൾ ഡോപ്പ് ചെയ്യാത്ത പ്യുവർ സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇൻ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ലൈസ് നിയർ ദി മിഡിൽ ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. പ്യുവർ സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മുടെ ഫെർമി ലെവൽ വരുന്നത് ഏതാണ്ട് ഈ കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുന്നത് മാച്ച് ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ്. Now look at B. ബിയിലേക്ക് നോക്കിയാൽ മക്കളെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമ്മളൊരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴല്ലേ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത്. ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടറിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസിനെ അല്ലേ. അപ്പോൾ അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ. ഈ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിന് താഴെയായിട്ടല്ലേ, തൊട്ട് താഴെയായിട്ടല്ലേ ഒരു എനർജി ലെവൽ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഫെർമി ലെവൽ ലൈസ് നിയർ ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 3 ആയിട്ടാണ്. മനസ്സിലായോ? ബിയുടെ മാച്ചിങ് നമ്മുടെ ഓപ്ഷൻ 3 ആയിട്ടാണ് വരിക, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ. പിന്നെ നമുക്ക് നോക്കാം, അതിനകത്ത് സിയിലേക്ക് നോക്കാം, പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത് നമ്മൾ പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ്. അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. ശരിക്കും ഹോൾസ് എന്ന് പറഞ്ഞാൽ കോവലന്റ് ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലൻസ് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അതൊരു കേസിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഫെർമി ലെവൽ എവിടെ വരിക? ഫെർമി ലെവൽ ലൈസ് നിയർ ടു വാലൻസ് ബാൻഡ്. അപ്പോൾ അതിൻ്റെ ഇത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 1 ആയിട്ടാണ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ കേസിൽ സാധാരണ അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കേസിൽ ഫെർമി ലെവൽ ലൈസ് ഇൻസൈഡ് കണ്ടക്ഷൻ ബാൻഡ്. ഫെർമി ലെവൽ എവിടെ വരിക? കണ്ടക്ഷൻ ബാൻഡിന് അകത്തല്ലേ വരിക. അപ്പോൾ അത് മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ആയിട്ടാണ്? ഡി മാച്ചസ് വിത്ത് ഓപ്ഷൻ 4. അപ്പോൾ നമുക്കതിൻ്റെ മാച്ചിങ് ജസ്റ്റ് ഒന്ന് നോക്കാം. എ മാച്ച് ചെയ്യുന്ന 2 ആയിട്ടാണ്, ബി മാച്ച് ചെയ്യുന്ന 3 ആയിട്ടാണ്, ആൻഡ് സി മാച്ചസ് വിത്ത് 1 ആൻഡ് ഡി മാച്ചസ് വിത്ത് ഓപ്ഷൻ 4. അപ്പോൾ നമുക്കുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. നമുക്കിനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ 1 ഡയമെൻഷനിലുള്ള ആവറേജ് സ്പീഡിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. An object moves with speed v1, v2 and v3 along the line segment AB, BC and CD respectively. ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് പാത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എ എന്ന് സിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അവിടെ ഈ എ ബി എന്ന ലെങ്ത്തും ബി സി എന്ന ലെങ്ത്തും സെയിം ആണ്. ആൻഡ് എ ഡി ഈക്വൽസ് 3 times എ ബി. അതായത് എ ബി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ മക്കളെ ബി സി ഈക്വൽ ടു എക്സ് ആകും. എ ഡി 3 times എക്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് സെഗ്മെന്റ് സി ഡി എത്രയാണ് വരിക? അതും എക്സ് എന്നല്ലേ വരിക. അവർ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി എൻറ്റയർ ജേണി. ഒരു എൻറ്റയർ ജേണീൻ്റെ ആവറേജ് സ്പീഡ് കാണണം. ഇത് മക്കളെ എ ബിയിലൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് v1 ആണ്, ബി സിയിലൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് v2 ആണ്, സി ഡിയിലൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് v3 ആണ്. നമുക്കറിയാം ആവറേജ് സ്പീഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇത് മൂന്നും ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ. എ ബി എക്സ് ആണെങ്കിൽ ബി സിയും എക്സ് ആണ്, സി ഡിയും എക്സ് ആണ്, എ ഡി ആണ് 3x. അപ്പോൾ ആ സി ഡിയും എന്താ മക്കളെ? എക്സ് അല്ലേ. അപ്പോൾ നമുക്കതിനകത്ത് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ എ ബിൻ്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് കൊടുത്താൽ നമുക്ക് ബി സി എന്താ മക്കളെ കിട്ടും? എക്സ് എന്ന് കിട്ടും. അതേപോലെ സി ഡിയും എന്താണ്? എക്സ് അല്ലേ. ഇയാൾ എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? v1 ആണ്. എ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്ന സ്പീഡ് v1. നമ്മുടെ ബി എന്ന് സിയിലോട്ട് മൂവ് ചെയ്യുന്ന സ്പീഡ് v2, സി എന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യുന്ന സ്പീഡ് v3. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ മക്കളെ കിട്ടുക? 3x എന്ന് കിട്ടും. ടോട്ടൽ ടൈം ടേക്കൺ കാണണം. Let t1 be the time taken to travel from A to B. എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ടൈം t1 ആണ്. എ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് മക്കൾ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു v1 into t1 എന്ന് എഴുതാൻ മേലെ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് t1? അപ്പോൾ t1 എന്താ കിട്ടുക? t1 ഈക്വൽ ടു നമുക്ക് x/v1 എന്ന് കിട്ടും. അതേപോലെ നെക്സ്റ്റ് സെഗ്മെന്റിലൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് v2 ആണ്. ഈ അടുത്ത എക്സ് ബിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്ന സ്പീഡ് v2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ദറ്റ് എക്സ്? ദറ്റ് എക്സ് കംസ് ടു ബി എന്താ മക്കളെ വരിക? നമുക്ക് ആ എക്സിന്റെ വാല്യൂ v2 into t2 എന്ന് എഴുതാൻ മേലെ v2 into t2 എന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ആ T2ന്റെ വാല്യൂ എന്തായിരിക്കും? T2 ഈക്വൽ ടു x/v2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ സെഗ്മെന്റ് നമ്മൾ നോക്കിയാൽ, ലാസ്റ്റ് സെഗ്മെന്റ് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് എന്താണ്? ആ ഒരു സി നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതിലൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? v3 അല്ലേ? അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു എന്താ മക്കളെ കിട്ടുക? v3 ഇൻറ്റു T3 എന്ന് വരും. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് T3? T3 ഈക്വൽ ടു x/v3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ് മൂവ് ചെയ്യാനുള്ള ടൈം കിട്ടി, പിന്നെ അടുത്ത എക്സ് മൂവ് ചെയ്യാനുള്ള ടൈം കിട്ടി, ലാസ്റ്റ് എക്സ് മൂവ് ചെയ്യാനുള്ള ടൈമും കിട്ടി. സോ വി ആർ ഹാവിംഗ് ദി ഇക്വേഷൻ ഓഫ് ടോട്ടൽ ടൈം T1 പ്ലസ് T2 പ്ലസ് T3 ഈസി ആയിട്ട് കാണാം. അതെന്താ വരും? x/v1 പ്ലസ് x/v2 പ്ലസ് x/v3 എന്ന് വരും. ടോട്ടൽ ഡിസ്റ്റൻസ് 3x അല്ലേ? നൗ വി ക്യാൻ ഈസിലി ഫൈൻഡ് ആവറേജ് സ്പീഡ്. നിങ്ങൾ ആ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ മക്കളെ വരിക? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 3x അല്ലേ? ടോട്ടൽ ടൈം T1 പ്ലസ് എന്താ മക്കളെ? T2 പ്ലസ് T3 എന്ന് കിട്ടും. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ആവറേജ് സ്പീഡ്? ഇപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എന്താ കിട്ടുന്നത്? 3x ബൈ നിങ്ങൾ ആ T1ഉം T2ഉം T3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് T1? ലുക്ക് അറ്റ് ദി വാല്യൂ ഓഫ് T1. T1ന്റെ വാല്യൂ എന്താണ്? x/v1 ആണ്. T2 എന്താ മക്കളെ? x/v2 ആണ്. അതേപോലെ T3 എന്താണ്? x/v3 ആണ്. ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ് ഒക്കെ മക്കളെ ക്യാൻസൽ ചെയ്ത് പോകും. ദി ഇക്വേഷൻ ഇസ് ലൈക്ക് ദിസ്: വി ആവറേജ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് എന്താ വരിക? 3 ബൈ എന്താ കിട്ടുന്നത്? 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3. അപ്പോൾ സോൾവിങ് ഇതിന്റെ ആൻസർ എന്താണ്? 3v1 v2 v3 ഡിവൈഡഡ് ബൈ താഴെ മക്കളെ എന്താ വരിക? ദി ഫസ്റ്റ് ടേം ഇസ് v2 v3 ആൻഡ് സെക്കൻഡ് വൺ ഇസ് v1 v3 and the last one is v1 v2. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും: 3v1 v2 v3 ബൈ v1 v2 പ്ലസ് v2 v3 പ്ലസ് v1 v3 എന്ന് കിട്ടും. ഓക്കെ, എന്നാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, അതും ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. അവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ സർഫസിൽ പോയിന്റ് ടു പോയിന്റ് അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസ് നമ്മുടെ ജീന്റെ വാല്യൂ വാരി ചെയ്യും. കാരണം എർത്ത് അതിന്റെ ആക്സിസിന് അബൌട്ടായിട്ട് സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എർത്തിന് മേലുള്ള ഒരു ഒബ്ജക്റ്റിന് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീന്റെ അപ്പാരന്റ് വാല്യൂ മക്കളെ എന്ത് ചെയ്യും? കുറയും. ഒരു ലാംഡ ലാറ്റിറ്റ്യൂഡുള്ള പ്ലേസിലുള്ള ജി കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്? ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ലാംഡ. ഈ ലാംഡ എന്ന് പറയുന്നത് ആ ഒരു പ്ലേസിന്റെ ലാറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? ഇത് ഇവിടെയാണ് ഇപ്പോൾ നമ്മളെങ്കിൽ ഇതാണ് ലാംഡ. നമ്മുടെ ഇക്വേറ്ററിൽ ലാംഡ 0 ആണ്. പോൾസിൽ ലാംഡ എത്രയാണ്? 90 ആണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് എർത്തതിന്റെ ആക്സിസിന് അബൌട്ട് ആയിട്ട് സ്പിൻ ചെയ്യുന്നതുകൊണ്ട് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അതായത് ആ ഒരു ഫോഴ്സ്, ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ കമ്പോണന്റ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക? ഇതാ എർത്ത് ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പം ഈ ഒരു പോയിന്റിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഇതിന് ഈ ഒരു സർക്കിളിന് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഇങ്ങോട്ടൊരു കമ്പോണന്റ് കാണും. അതുകൊണ്ട് തന്നെ ജീന്റെ എഫക്റ്റീവ് വാല്യൂ മക്കളെ കുറയും. സോ ജി വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ജി വാരി ചെയ്യും. ജി ഡാഷ് എന്താണ്? അപ്പാരന്റ് വാല്യൂ ഓഫ് ജി ഈക്വൽസ് ജി മൈനസ് എന്താ മക്കളെ കിട്ടുന്നത്? ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. സോ ദി സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് 1 മക്കളെ കറക്റ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് സ്റ്റേറ്റ്മെന്റ് 2? Acceleration due to gravity increases as we go down below the earth's surface. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? എടാ, നിങ്ങൾ എർത്തിന് താഴേക്ക് പോകുന്തോറും എർത്തിന്റെ സർഫസിന് അടിയിലോട്ട് പോകുന്തോറും ജീന്റെ വാല്യൂ കുറയല്ലേ ചെയ്യാം? ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. ദി വാല്യൂ ഓഫ് ജി അറ്റ് ഡെപ്ത് ഡി ബിലോ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിന് താഴെ ജീന്റെ വാല്യൂ എന്താണ്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു മക്കളെ 1 മൈനസ് ഡി ബൈ ആർ അല്ലേ? അപ്പം നമ്മൾ താഴേക്ക് പോകുന്നതോറും ജീന്റെ വാല്യൂ കുറയല്ലേ ചെയ്യുന്നത്? ജി ഡാഷ് ഇസ് ലെസ് ദാൻ ജി അല്ലേ? സോ ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മക്കളെ തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താ മക്കളെ വരിക? ആൻസർ ഓപ്ഷൻ 3 അല്ലേ വരിക? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഫാൾസ്. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇനി നിങ്ങൾ തേർഡ് വൺ നോക്കി. ഇതൊരു പക്ക തിയറി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോളം 1 എ സി ജനറേറ്റർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എ സി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്.
നിങ്ങൾ ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഓൾട്ടർനേറ്റിംഗ് EMF ജനറേറ്റ് ചെയ്യുന്നത്. EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിലാണ് ഇവിടെ EMF ഇൻഡ്യൂസ്ഡ് ആകുന്നത്. സോ ഫസ്റ്റ് വൺ എ മാച്ചസ് വിത്ത് 2. എ മാച്ച് ചെയ്യുന്നത് എന്തായിട്ടാണ് മക്കളെ? 2 ആയിട്ടല്ലേ. നൗ ലുക്ക് അറ്റ് സെക്കൻഡ് വൺ. അത് നമ്മുടെ ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കിലുള്ളത് തന്നെയാണ്. ട്രാൻസ്ഫോമർ അല്ലേ. ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കാരണം ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിലൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്ന മ്യൂച്വൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഈ മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമറിൽ നമുക്ക് മക്കളെ AC യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, DC യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈമറിയിലൂടെ DC പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യില്ല. ആക്ച്വലി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് AC ഓവർ DC. ഓക്കെ, ഇനി നിങ്ങൾ റെസൊണൻസ് ഫിനോമിനലിലേക്ക് നോക്കിയേ. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ AC പഠിക്കുന്ന സീരീസ് LCR സർക്യൂട്ടാണ്. അവിടെ റെസൊണൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ AC സോഴ്സ് സർക്യൂട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ മാക്സിമം ആവണം. അങ്ങനെ വരണമെങ്കിൽ പവർ ഫാക്ടർ എന്താവണം? 1 ആവണം. വോൾട്ടേജും കറൻറ്റും സെയിം ഫേസിലാകണം. സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആകണം. നമുക്കറിയാം നമ്മുടെ സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്തായിരുന്നു മക്കളെ? ഇമ്പിഡൻസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ അല്ലേ. പവർ ഫാക്ടർ cos φ ഈക്വൽ ടു R/Z അല്ലേ. പവർ ഫാക്ടർ 1 ആവണമെങ്കിൽ വോൾട്ടേജും കറൻറ്റും സെയിം ഫേസിലാവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? Z ഈക്വൽ ടു R ആവണ്ടേ. അങ്ങനെ മക്കൾ Z ഈക്വൽ ടു R ആവണമെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും സെയിം ആവണം. അപ്പോൾ അതായതായിട്ട് മാച്ച് ചെയ്യുന്നത് റെസൊണൻസ് ഫിനോമിനൻ ടു ഒക്കർ പ്രസൻസ് ഓഫ് ബോത്ത് L ആൻഡ് C. ശരിയല്ലേ. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്ന മക്കൾ ഓപ്ഷൻ 1 ആയിട്ടാണ് കേട്ടോ. പ്രസൻസ് ഓഫ് ബോത്ത് L ആൻഡ് C. ഇനി നിങ്ങൾ D നോക്കിയ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. കുഡ് യു റിമെമ്പർ റെസ്പോൺസ് കർവ്? എടാ നമ്മുടെ സീരീസ് LCR സർക്യൂട്ടിലുള്ള കറന്റ് വേഴ്സസ് ഫ്രീക്വൻസി ഓഫ് സോഴ്സ് വേരിയേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ NCERT-യിലൊക്കെ കൊടുത്തതാണത് അല്ലേ. ഇനിഷ്യലി നമ്മുടെ AC സോഴ്സിന്റെ ഫ്രീക്വൻസി കൂടുന്തോറും കറന്റ് കൂടും. ഈ ഫ്രീക്വൻസി മക്കളെ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോൾ കറന്റ് എവിടെത്തും? മാക്സിമത്തിലെത്തും. ആഫ്റ്റർ ദാറ്റ് കറന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. അതിനുശേഷം ഫ്രീക്വൻസി കൂടിയാൽ കറന്റ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ Imaxന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് റെസൊണന്റ് ഫ്രീക്വൻസി. while the frequencies corresponding to Imax by √2 they are called sideband frequencies. അതായത് ഈ Imax by √2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് F1ഉം F2ഉം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെസിസ്റ്റൻസിലെ പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ആ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? I²R അല്ലേ. റെസിസ്റ്റൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന ആവറേജ് പവർ എന്താണ്? IRMS² × R എന്ന് വരും. ഇവിടെ നമുക്കറിയാം കറണ്ട് മാക്സിമം കറണ്ട് ബൈ √2 ആകുമ്പോൾ പവർ മാക്സിമം പവറിൻ്റെ പകുതിയായിട്ട് മാറും. നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് അതായത് F2 മൈനസ് F1 അതിനെ നമ്മൾ ബാൻഡ് വിഡ്ത്താണ് യൂഷ്വലി വിളിക്കാറുള്ളത്. ദെൻ ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു എന്താ മക്കൾ? റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അത് നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. FR ബൈ F2 മൈനസ് F1 അല്ലേ. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഫാക്ടർ കൂടിയൊരു സർക്യൂട്ടാണെങ്കിൽ അതിൻ്റെ കേസിൽ FR കൂടും, ഈ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി കൂടുന്നുണ്ട്, ബാൻഡ് വിഡ്ത്ത് കുറയുന്നുണ്ട്. ഈ കർവ് കുറെ കൂടെ ഷാർപ്പായിട്ട് മാറും. ഇതിന് മക്കളെ ക്വാളിറ്റി ഫാക്ടർ കൂടുന്തോറും ഈ ഒരു കർവിൻ്റെ ഷാർപ്നെസ് എന്ത് ചെയ്യും? കൂടും. സോ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന ആരായിട്ടാണ് മക്കളെ? ഓപ്ഷൻ 3 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ മക്കളതിന് ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായോ? അതായത് A 2 ആയിട്ട് മാച്ച് ചെയ്യും, B 4 ആയിട്ട് മാച്ച് ചെയ്യും, C 1 ആയിട്ട് മാച്ച് ചെയ്യും, D 3 ആയിട്ട് മാച്ച് ചെയ്യും. ഓക്കെ, എന്നാൽ നിങ്ങളാണ് 5th ക്വസ്റ്റ്യൻ നോക്കി. അതൊരു പക്ക തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോവേവ്സ്. നമ്മൾ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ക്ലിസ്ട്രോൺ വാൽവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ A മാച്ച് ചെയ്യുന്ന ഏതായിട്ടാണ് മക്കളെ? A മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 4 ആയിട്ടാണ്. ദെൻ ഗാമ റേസ്. ഗാമ റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് റേഡിയോ ആക്റ്റീവ്ലി ഡീകേ ചെയ്യുമ്പോഴാണ് ഗാമ റേസ് ഉണ്ടാവുന്നത്. ഈ B മാച്ച് ചെയ്യുന്നത് 1 ആയിട്ടാണ്. ദെൻ റേഡിയോ വേവ്സ്. They are directly connected with the rapid acceleration and deceleration of electron in aerials. ഇപ്പോൾ റേഡിയോ വേവിൻ്റെ ട്രാൻസ്മിഷനിൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിലും അത് റിസീവ് ചെയ്യുമ്പോൾ റിസപ്ഷൻ ആൻറ്റിനയിലും നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ആക്സിലറേഷനും ഡിസിലറേഷനും കാണാൻ പറ്റും. അതും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഓപ്ഷൻ C മാച്ചസ് വിത്ത് 2.
ദെൻ എക്സ്റേസ് എന്ന് പറഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ടാർഗറ്റ് ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ് ഇന്നർ ഷെല്ലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സ്റേസ് ജനറേറ്റ് ചെയ്യുന്നത്. ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ചാർജഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ടാർഗറ്റ് ആറ്റമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കേഷനിലൊക്കെ ഉള്ള ഒരു ഇലക്ട്രോൺ അങ്ങ് ലിബറേറ്റ് ചെയ്ത് പോയാൽ അവിടെ ഇലക്ട്രോണിൻ്റെ ഒരു വേക്കൻസി ഡെവലപ്പ് ചെയ്യും. അപ്പം അതിന് മേളിലുള്ള ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ഈ കേഷനിലേക്ക് എക്സൈറ്റ് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി എക്സ്റേ ഉണ്ടാവുന്നത്. മനസ്സിലായോ? പിന്നെ എക്സ്റേയിൽ തന്നെ പല ടൈപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. എനിവേ ഡി മാച്ചസ് വിത്ത് ഓപ്ഷൻ 3. ഡി മാച്ച് ചെയ്യുന്ന 3 ആയിട്ടാണ്, സി മാച്ച് ചെയ്യുന്ന 2 ആയിട്ടാണ്, ബി മാച്ചസ് വിത്ത് 1 ആൻഡ് എ മാച്ചസ് വിത്ത് 4. സോ അതിൻ്റെ ആൻസർ മക്കൾ ഓപ്ഷൻ 2 ആണ് കേട്ടോ. അടുത്ത നോക്കിയാൽ നിങ്ങൾ ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തുള്ള ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എർത്ത് has mass 9 times and radius twice to the of a planet P, then VE by 3 into root x meter per second will be the minimum velocity required by a rocket to pull out of gravitational force of P, where V is the escape velocity on Earth. What is the value of x? ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാനറ്റിൻ്റെ, ഒരു അൺനോൺ പ്ലാനറ്റിൻ്റെ മാസിൻ്റെ 9 ടൈംസ് ആണ് എർത്തിൻ്റെ മാസ്. പിന്നെ എർത്തിൻ്റെ റേഡിയസ് ആ പ്ലാനറ്റിൻ്റെ റേഡിയസിൻ്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ട മിനിമം വെലോസിറ്റി, എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ട വെലോസിറ്റിയുടെ റൂട്ട് എക്സ് ബൈ 3 ടൈംസ് ആണ്. നമുക്ക് എന്താ മക്കളെ കാണണ്ടേ? എക്സ് ആണ് കാണണ്ടേ. ആദ്യം നമുക്ക് ആ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഒന്ന് കാണാം. എടാ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിളാണ്. റൂട്ട് ഓഫ് ജി ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ് അല്ലേ? സോറി, റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ മക്കളെ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ കേട്ടോ, ഇത് രണ്ടും മാറിപ്പോരുതേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 2 ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ് അല്ലേ? ഇനി നമുക്ക് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതാം. ഈ ക്വസ്റ്റ്യനിൽ അവരൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എർത്തിൻ്റെ മാസ് ആ പ്ലാനറ്റിൻ്റെ മാസിൻ്റെ 9 ടൈംസ് ആണ്. അപ്പോൾ എന്താ മക്കളെ വരിക? 2 ഇൻറ്റു ജി ഇൻറ്റു 9 ടൈംസ് എം ബൈ ആ പ്ലാനറ്റിൻ്റെ റേഡിയസ്. എർത്തിൻ്റെ റേഡിയസിൻ്റെ എത്ര ടൈംസ് ആണ്? പ്ലാനറ്റിൻ്റെ റേഡിയസ് എർത്തിൻ്റെ റേഡിയസിൻ്റെ 2 ടൈംസ് ആണ് കേട്ടോ. 3 ടൈംസ് അല്ല, 2 ടൈംസ് ആണ്. ഈ 9 വെളിയിലോട്ട് വന്നാൽ 3 ആകും. ആ 2 വെളിയിലോട്ട് വന്നാൽ ബൈ റൂട്ട് 2 ഇൻറ്റു എന്താണ്? റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ അല്ലേ? ഇതിനകത്ത് മക്കളെ റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ ഒരു അൺനോൺ പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി അല്ലേ? എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയെ ഞാൻ വി ഇ എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ബൈ റൂട്ട് 2 ഇൻറ്റു ആ ഒരു പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയെ നമ്മൾ വി പി എന്ന് വിളിക്കുന്നു. റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ എന്താണ്? വി പി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി എന്താ കിട്ടുക? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് വി പി? വി പി കംസ് ടു ബി, വി പിൻ്റെ വാല്യൂ എന്താ മക്കളെ? ഇങ്ങനെ വരും, വി ഇ ബൈ 3 ഇൻറ്റു റൂട്ട് 2. ഇവർ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വി ഇ ബൈ 3 ഇൻറ്റു റൂട്ട് എക്സ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2 അല്ലേ? അത് ഓപ്ഷൻ 1 ആണ്. മനസ്സിലായോ? സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ അത് തെറ്റിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം ആ മാസിൻ്റെ കമ്പാരിസൺ തിരിഞ്ഞു പോരുത്. ഈ എർത്തിൻ്റെ മാസ് പ്ലാനറ്റിൻ്റെ മാസിൻ്റെ 9 ടൈംസ് ആണ്, തിരിച്ചല്ല കേട്ടോ. എന്നാൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വേ ഓപ്റ്റിക്സിലുള്ള മാലസ് ലോനെ ബേസ് ചെയ്തുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. N polarizing sheets are arranged such that each makes an angle 45 degree with preceding sheet. ഇവിടെ ഒരു N പോളറൈസിങ് ഷീറ്റ്സ് മക്കളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ഷീറ്റും തൊട്ടടുത്ത ഷീറ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 45 ആണ്. അതായത് സെക്കൻഡ് പോളറോയിഡും ഫസ്റ്റ് പോളറോയിഡും തമ്മിലുള്ള ആംഗിൾ 45 ആണ്. ഇനി ആ തേർഡ് വണ്ണും നമ്മുടെ സെക്കൻഡ് വണ്ണും തമ്മിലുള്ള ആംഗിൾ 45 ആണ്. പിന്നെ ഫോർത്ത് വണ്ണും തേർഡ് വണ്ണും തമ്മിലുള്ള ആംഗിൾ 45 ആണ്. അങ്ങനെ അവിടെ ഒരു N പോളറോയിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? an unpolarized light of intensity I is incident into this arrangement. ഈ ഒരു അറേഞ്ച്മെന്റിൽ മക്കളെ വന്നു വീഴുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താണ്? ഐ ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്റൻസിറ്റി എന്താ മക്കളെ? അതിന്റെ ഇന്റൻസിറ്റി ഐ ആണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഔട്ട്പുട്ട് ഇന്റൻസിറ്റി ഇസ് ഫൗണ്ട് ടു ബി ഐ ബൈ 64. ദെൻ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എൻ? ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഐ ബൈ 64 ആണ്. അപ്പോൾ നമ്മൾ എന്താ കാണണ്ടേ? ഇതിനകത്തുള്ള പോളറോയിഡ്സിന്റെ എണ്ണം കാണണം. നിങ്ങൾ ആദ്യത്തെ പോളറോയിഡ് നോക്കി, ഈ ഫസ്റ്റ് പോളറോയിഡ് നമ്മൾ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഐ ബൈ 2. ശരിയല്ലേ? ആ ഫസ്റ്റ് വണ്ണിലൂടെ എമർജ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താ മക്കളെ? ഐ ബൈ 2 ആണ്. ഇതിന്റെ പകുതിയായിരിക്കും. ഇനി ആ സെക്കൻഡ് വണ്ണിലൂടെ എമർജ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കാണാൻ നമുക്ക് മാലസ് ലോ അപ്ലൈ ചെയ്യാം. ശരിക്കും നമ്മൾ ഫസ്റ്റ് വണ്ണ് പോളറൈസർ എന്നും സെക്കൻഡ് വണ്ണ് അനലൈസർ എന്നല്ലേ വിളിക്കാറുള്ളത്. ഈ സെക്കൻഡ് വണ്ണിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താ വരിക? ഐ ബൈ 2 ഇൻറ്റു എന്താ മക്കളെ വരുന്നത്? കോസ് സ്ക്വയർ 45 എന്നല്ലേ വരിക.
മനസ്സിലായോ? സെക്കൻഡ് വണ്ണിൽ അനലൈസറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ അനലൈസറിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? I0 cos സ്ക്വയർ തീറ്റയാണ്. വെർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് അനലൈസർ. അതായത് ഫസ്റ്റ് പോളറോയിഡും സെക്കൻഡ് പോളറോയിഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇനി നിങ്ങൾ നോക്കിയടാ, ഈ തേർഡ് വണ്ണിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? അത് ഈ ഒരു I/2 cos സ്ക്വയർ 45 ഇൻറ്റു cos സ്ക്വയർ 45 അല്ലേ വരിക? I/2 എന്താ മക്കളെ? cos സ്ക്വയർ 45 ഇൻറ്റു നമുക്ക് എന്താ കിട്ടുക? cos സ്ക്വയർ 45 എന്ന് കിട്ടും. അതായത് ആ തേർഡ് വണ്ണിൽ എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും മക്കളെ. തേർഡ് പോളറോയിഡിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഞാനതിനെ I3 എന്ന് വിളിക്കുന്നു. I3 = നിങ്ങൾ ആ മൂന്നാമത്തേക്ക് നോക്കിയാൽ മക്കൾ എന്താ കിട്ടുന്നത്? I/2 ഇൻറ്റു എന്താ വരുന്നത്? cos സ്ക്വയർ 45 ഇൻറ്റു cos സ്ക്വയർ 45 അല്ലേ? അതിങ്ങനെ എഴുതാൻ മേലെ I/2 ഇൻറ്റു cos സ്ക്വയർ 45 ഹോൾ സ്ക്വയർ. എടാ, മൂന്നാമത്തെ പോളറോയിഡ് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I/2 cos സ്ക്വയർ 45 ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ nth പോളറോയിഡിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? I/2 ഇൻറ്റു എന്താ മക്കളെ വരിക? cos സ്ക്വയർ 45 റേസ് ടു n-1 എന്നല്ലേ വരിക? തേർഡ് വണ്ണ് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I/2 cos സ്ക്വയർ 45 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ തേർഡ് വണ്ണ് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ cos സ്ക്വയർ 45ൻ്റെ പവറായിട്ട് വരുന്നത് 2 ആണ്. അത് ആ 2 എന്ന് പറഞ്ഞാൽ 3-1 അല്ലേ? അപ്പോൾ ഇവിടെ ഈ nth പോളറോയിഡിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? I/2 ഇൻറ്റു cos സ്ക്വയർ 45 റേസ് ടു n-1 എന്നാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഇൻറ്റൻസിറ്റി അവർ തന്നിട്ടുണ്ട്. എന്താ മക്കളെ? അത് I/64 ആണ്. I/64 = എങ്ങനെ എഴുതാം? I/2 ഇൻറ്റു cos സ്ക്വയർ 45 is 1/2 റേസ് ടു n-1. അപ്പോൾ മക്കളെ നമ്മൾ സോൾവ് ചെയ്താൽ ഈ I ക്യാൻസൽ ചെയ്യാം. 64/2 32 അല്ലേ? 32 = ഡിനോമിനേറ്ററിലേക്ക് നോക്കിയേ 2 റേസ് ടു എന്താ മക്കളെ കിട്ടുക? n-1 എന്ന് കിട്ടും. ഓക്കെ, 32 = നമുക്ക് എന്താ കിട്ടുക? 2 റേസ് ടു n-1. എടാ, നമുക്കറിയാം 2 റേസ് ടു 5 അല്ലേ 32? 2 റേസ് ടു 4 16 ആണ്. 2 റേസ് ടു 5 ആണ് 32. സോ n-1 = എന്താ മക്കളെ? n-1 = 5 അല്ലേ? n-1ൻ്റെ വാല്യൂ 5 ആണ്. n കംസ് ടു ബി 6. എൻ്റെ വാല്യൂ എന്താണ്? 6 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മക്കളെ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലുള്ള സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്യണം. ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ഇൻ ഫിഗർ. ആ ഒരു P എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് മക്കളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദി കർവ്ഡ് പോർഷൻ ഇസ് എ സെമി സർക്കിൾ കണക്റ്റഡ് ടു 2 ലോങ് സ്ട്രൈറ്റ് വയേഴ്സ്. അതായത് ഈ 2 സ്ട്രൈറ്റ് വയേഴ്സും ഇൻഫൈനൈറ്റ് ലോങ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് 2 സ്ട്രൈറ്റ് വയേഴ്സ് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്ട്രൈറ്റ് വയറും പിന്നെ കാണാൻ പറ്റുന്ന അടുത്ത സ്ട്രൈറ്റ് വയർ ഏതാ മക്കളെ? അടുത്ത സ്ട്രൈറ്റ് വയർ ഏതാണ്ട് ഇതാണ് അല്ലേ? ഇത് രണ്ടും ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള സ്ട്രൈറ്റ് വയേഴ്സ് ആണ്. ഫൈനൈറ്റ് ലെങ്ത് അല്ല, കറണ്ട് ശരിക്കും അങ്ങ് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. ഓക്കെ, ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള സ്ട്രൈറ്റ് വയേഴ്സ് ആണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സെമി സർക്കുലർ പോർഷൻ ആണ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് R ആണ്. എന്നാൽ മക്കളെ കാണണ്ടേ, ആ ഒരു P എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ സെക്ഷൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സം കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ സെക്ഷൻ സെക്ഷൻ 1 എന്ന് മാർക്ക് ചെയ്യൂ. ഈ സെമി സർക്കിളിനെ സെക്ഷൻ 2 എന്ന് വിളിക്കൂ. ഈ ഒരു തേർഡ് സ്ട്രൈറ്റ് കണ്ടക്ടറിനെ നമ്മൾ സെക്ഷൻ 3 എന്ന് വിളിക്കുന്നു. നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് നോക്കിയടാ, ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ അല്ലേ? നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ് വരുന്നത് ഈ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ എൻഡിലുള്ള പെർപെൻഡിക്കുലറിലല്ലേ? ഒബ്സർവേഷൻ പോയിന്റ് ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ എൻഡിലുള്ള പെർപെൻഡിക്കുലറിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ദാറ്റ് ഫീൽഡ് കംസ് ടു ബി μ0I/4πr എന്ന് കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? μ0I/4πr ഇൻറ്റു sin θ1 പ്ലസ് sin θ2. ഇത് ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടറാണ്. അതിൻ്റെ ഒരു എൻഡിലുള്ള പെർപെൻഡിക്കുലറിലാണ് ഈ ഒബ്സർവേഷൻ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാം നമ്മുടെ θ1 എന്ന ആംഗിൾ 90 ആകും, θ2 എന്ന ആംഗിൾ 0 ആകും. സോ ദി വാല്യൂ ഓഫ് B കംസ് ടു ബി μ0I/4πr എന്ന് കിട്ടും. ഇനി ആ ബീൻ്റെ ഡയറക്ഷൻ ഒന്ന് കാണണം. അതിന് മക്കളെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളല്ലേ യൂസ് ചെയ്യാം. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ വലത്തെ കയ്യിലുള്ള തമ്പ് അങ്ങ് പിടിക്കും. അങ്ങനെയാണെങ്കിൽ കേളിംഗ് ഫിംഗേഴ്സ് വെളിയിലോട്ട് വരും. സോ ദിസ് ഫീൽഡ് ഇസ് ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി ബോർഡ്. ഈ ഫീൽഡ് ഈ ബോർഡിൻ്റെ പ്ലെയിനിന് വെളിയിലോട്ടാണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡോട്ട് യൂസ് ചെയ്യുന്നു. Now look at second portion. ഇനി മക്കളെ നിങ്ങൾ ആ സെക്കൻഡ് പോർഷനിലേക്ക് നോക്കിയേ. അതൊരു സെമി സർക്കുലർ വയർ അല്ലേ? സെമി സർക്കുലർ വയറിൻ്റെ സെൻറ്ററിലുള്ള ഫീൽഡ് μ0I/4r അല്ലേ? എടാ, ഫുൾ സർക്കിൾ ആണെങ്കിൽ μ0I/2r. സെമി സർക്കിൾ ആണെങ്കിൽ ഹാഫ് സർക്കിൾ ആണെങ്കിൽ എന്താ വരിക? μ0I/ എന്താ മക്കളെ? 4r എന്ന് കിട്ടും. ഓക്കെ, μ0I/4r എന്നാണ് കിട്ടുക.
ഇവിടെ കറണ്ട് ഏത് സെൻസിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിലാണ്. അതുകൊണ്ട് ഫീൽഡ് പുറത്തേക്ക് തന്നെയാണ്, ബോർഡിന് വെളിയിലോട്ട് തന്നെയാണ്. B1 ഉം B2 സെയിം ഡയറക്ഷനിലാണ്. ബോത്ത് ആർ ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ. നൗ ലുക്ക് അറ്റ് തേർഡ് വൺ. നിങ്ങൾ മക്കളെ തേർഡ് കണ്ടക്ടറിലേക്ക് നോക്കിയേ. അത് ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ഒബ്സർവേഷൻ പോയിന്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദി ആക്സസ് ഓഫ് ദി കണ്ടക്ടർ. ഇതൊരു തിൻ കണ്ടക്ടറാണ്, ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടറാണ്. അതിൻ്റെ ആക്സസിലാണ് നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ്. അങ്ങനെ വന്നാൽ നേരത്തെ ഇക്വേഷനിലുള്ള θ1 ഉം θ2 രണ്ടും മക്കളെ 0 ആയിട്ട് മാറും. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? μ0I/4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2. θ1 ഉം θ2 0 ആയിട്ട് മാറും. അപ്പോൾ ഈ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ തിൻ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ മക്കളെ? 0 ആണ്. ഇവിടെ ടോട്ടൽ ഫീൽഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഫീൽഡുകളും ആഡ് ചെയ്യണം. സോ B ഈക്വൽസ് എന്താ മക്കളെ? B1 പ്ലസ് B2 എന്ന് വരും അല്ലേ? നമ്മൾ രണ്ടും കൂടെ മക്കളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ μ0I/4r ഇസ് എ കോമൺ ടേം. μ0I/4r ഒരു കോമൺ ടേം ആണ്. അപ്പോൾ എന്താ കിട്ടുക? 1/π പ്ലസ് എന്താ മക്കളെ വരിക? 1/π പ്ലസ് 1 എന്ന് വരും. ഓക്കെ, പക്ഷെ ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് μ0I/2rന്റെ ടേംസിലാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു, നമുക്ക് ആ 4നെ 2 × 2 എന്ന് എഴുതാം. എന്നിട്ട് ഒരു 2 അങ്ങാത്തേക്ക് എടുക്കാം. സോ μ0I/2r ഇൻറ്റു എന്താ മക്കളെ കിട്ടുക? 1/2π പ്ലസ് 1/2 എന്ന് വരും. അതതിൻ്റെ ആൻസർ. ഓപ്ഷൻ 3 ആണ് മക്കളെ ആൻസർ. μ0I/2r ഇൻറ്റു എന്താണ്? 1/2π പ്ലസ് 1/2. ഓപ്ഷൻ 3ലേക്ക് നോക്കിയാൽ നിങ്ങൾ μ0I/2r ഇൻറ്റു 1/2 പ്ലസ് 1/2π. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രീക്വൻസീസ് ഡസ് നോട്ട് ബിലോങ് ടു FM ബ്രോഡ്കാസ്റ്റ്? അതായത് FM ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ചിൽ വരാത്തത്, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എത്രയാണ് മക്കളെ? 88 മെഗാഹെർട്സ് ടു എത്രയാണ്? 108 മെഗാഹെർട്സ് അല്ലേ? ആ ഒരു റേഞ്ചിൽ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? FM എന്ന് വിളിക്കുള്ളൂ. എന്തായാലും ഈ 64 മെഗാഹെർട്സ് ആ ഒരു റേഞ്ചിൽ വരില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ ബേസ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റീൽ വയർ വിത്ത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് 7 × 10⁻³ kg/s is under a tension of 70 Newton. നമ്മൾ സ്റ്റീൽ വയറിന് മക്കളെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ലീനിയർ ഡെൻസിറ്റി എന്താണ്? 7 × 10⁻³ kg/m ആണ്. ലീനിയർ ഡെൻസിറ്റിൻ്റെ സിമ്പിൾ എന്തായിട്ട് നമ്മൾ എന്താ മക്കളെ യൂസ് ചെയ്യാറുള്ളത്? മ്യൂ അല്ലേ? മ്യൂവിൻ്റെ വാല്യൂ എന്താണ്? 7 × 10⁻³ kg/m ആണ്. ആൻഡ് ദാറ്റ് ഇസ് സ്ട്രെച്ച്ഡ് അണ്ടർ എ ടെൻഷൻ ഓഫ് 70 Newton. എടാ, അതിന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ടെൻഷൻ എന്താണ്? 70 Newton ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദിസ് വയർ? ഈ വയർ ഒന്ന് പ്ലക്ക് ചെയ്താൽ അതിനകത്തൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. √T/μ അല്ലേ? ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. √70 എന്താ മക്കളെ വരിക? 7 × 10⁻³ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ √10⁻⁴ എന്ന് കിട്ടും. അത് 10² ആണ്. സോ ദി ആൻസർ ഇസ് 100 m/s. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ മക്കളെ 100 m/s ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. എ ചൈൽഡ് സ്റ്റാൻഡ്സ് ഓൺ ദി എഡ്ജ് ഓഫ് എ ക്ലിഫ് 10 meter above the ground and throws a stone horizontally with an initial speed of 5 m/s. അതായത് ഒരു കുട്ടി ഒരു കുന്നിന് മേളിൽ, ഒരു ക്ലിഫിന് മേളിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഇയാൾ 5 m/s സ്പീഡിൽ ഒരു ബോൾ ഒറിസോണ്ടലായിട്ട് അങ്ങ് എറിയുന്നുണ്ട്. നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ്, ദി സ്പീഡ് വിത്ത് വിച്ച് ദി സ്റ്റോൺ ഹിറ്റ്സ് ദി ഗ്രൗണ്ട് വിൽ ബി. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ കല്ലുമക്കളെ താഴെ വന്ന് വീഴുന്ന സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം കല്ലെന്തായാലും ഒരു പരാബോളിക് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുക. അത് പ്രൊജക്ടൈൽ മോഷനാണ്. ഈ കല്ല് താഴെത്തുന്ന സ്പീഡല്ലേ കാണണ്ടേ? ഈ ക്വസ്റ്റിനിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തില്ല? എയർ റെസിസ്റ്റൻസ് ഇല്ല. എയറിൽ ഡെസിപ്പേറ്റിംഗ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഈ കുട്ടി കല്ലെറിയാൻ നേരത്ത് കല്ലിന് മേളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കല്ലിന് എന്ത് കിട്ടുന്നത്? ഇനിഷ്യൽ സ്പീഡ് കിട്ടുന്നത്. പക്ഷെ കല്ല് അയാളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമല്ല ആക്ട് ചെയ്യുന്നുള്ളൂ. മീൻസ് ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൂയിങ് വർക്ക് ഓൺ ദ സ്റ്റോൺ. ഈ ഒരു കല്ലിന് മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. മക്കളെ, നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് 0 അല്ലേ? കാരണം എയർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് സ്റ്റോൺ ഇസ് കൺസർവ്ഡ്. ഇവിടെ ഈ കല്ലിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആകും. അപ്പോൾ മക്കളെ, നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ മേലെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് എന്താണ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താ മക്കളെ വരിക? ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ,
ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കല്ലിന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്? നമ്മളത് അറിയുന്ന സ്പീഡ് യു അല്ലേ. സോ ഇനിഷ്യൽ കൈനറ്റിക് എനർജി കംസ് ടു ബി ഹാഫ് mu² പ്ലസ് എത്ര ഐറ്റം മേളുന്ന കല്ല് അറിയുന്നത്? h ഐറ്റം മേളുന്നല്ലേ. അപ്പൊ അതിന്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. കല്ലിവിടെ താഴെ വന്ന് വിടുന്ന സ്പീഡ് എന്താണ്? v അല്ലേ. അപ്പൊ അതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്താ മക്കളെ? ഹാഫ് mv² ആണ്. താഴെ വന്ന് വീണു. താഴെ തന്നെയാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അപ്പൊ താഴെ പൊട്ടൻഷ്യൽ എനർജി മക്കളെ 0 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വിന്റെ വാല്യൂ എന്താ കിട്ടുക? √u² പ്ലസ് എന്താ മക്കളെ? 2gh എന്ന് വരും. ദി വാല്യൂ ഓഫ് വി കംസ് ടു ബി √u² പ്ലസ് 2gh. ആക്ച്വലി താഴെ നിന്ന് സ്പീഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ഡിപ്പെൻഡ് ചെയ്യല. നിങ്ങൾ ഏത് ആംഗിൾ എറിഞ്ഞാലും അതിന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mu² തന്നെയാണ്. അപ്പൊ താഴെ വന്ന് വിടുന്ന സ്പീഡ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇതിന്റെ വിന്റെ വാല്യൂ കാണാം. √ മക്കളെ യുവിന്റെ വാല്യൂ എന്താണ്? ഈ കല്ലെറിയുന്ന സ്പീഡ് യു എത്രയാണ്? 5 m/s ആണ്. ശരിയല്ലേ? ക്വസ്റ്റ്യനിൽ തന്ന ഡേറ്റയാണത്. പിന്നെ കല്ലെറിയുന്ന ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. ദി ഹൈറ്റ് ഓഫ് ക്ലിഫ് ഇസ് ഹൗ മച്ച്? 10 meter. ദി വാല്യൂ ഓഫ് GS ഓൾസോ ഗിവൺ. GS ഹൗ മച്ച്? 10 m/s². ആ തന്ന ഡേറ്റാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ u² എന്താ വരിക? 25 എന്ന് വരും അല്ലേ. 2 × ജിന്റെ വാല്യൂ എന്താണ്? 10. വാട്ട് ഇസ് ദി ഹൈറ്റ് ഓഫ് ക്ലിഫ്? ഹൈറ്റ് ഓഫ് ക്ലിഫ് ഇസ് ഹൗ മച്ച്? 10. അപ്പോൾ അതങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നമുക്കത് √225 എന്ന് കിട്ടും. അതിന്റെ റൂട്ട് എടുത്താൽ 15 m/s എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി ഇസ് ഹൗ മച്ച്? 15. ഓപ്ഷൻ 2 ആണ് മക്കളെ ആൻസർ. ഓക്കെ. എന്നാ മക്കളെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എ പ്രോട്ടോൺ മൂവിംഗ് വിത്ത് 1/10 ഓഫ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആസ് എ സർട്ടൻ ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് ലാംഡ. അതായത് ലൈറ്റിന്റെ വെലോസിറ്റിയുടെ 1/10 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പ്രോട്ടോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താ മക്കളെ? ലാംഡയാണ്. An alpha particle having certain kinetic energy has the same d Broglie wavelength lambda. ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ ഡി ബ്രോയ് വേവ് ലെങ്ത്തും എന്താണ്? ലാംഡയാണ്. അതായത് ഈ ക്വസ്റ്റനിൽ നമ്മുടെ പ്രോട്ടോണിന്റെ ഡി ബ്രോയ് വേവ് ലെങ്ത്തും ആൽഫ പാർട്ടിക്കിളിന്റെ ഡി ബ്രോയ് വേവ് ലെങ്ത്തും സെയിം ആണ്. ദി റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ടു ദാറ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. നമുക്ക് പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോയും ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോയും ആണ് മക്കളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എടാ നിങ്ങൾ നോക്കിയേ, ഡി ബ്രോയ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ h/p അല്ലേ. ആ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിങ് പാർട്ടിക്കിളിന്റെ മൊമെന്റം അല്ലേ. നമുക്കിവിടെ ആൽഫ പാർട്ടിക്കിളിന്റെയും പ്രോട്ടോണിന്റെയും കൈനറ്റിക് എനർജീസ് അല്ലേ കമ്പയർ ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി? എടാ നമുക്കറിയാം ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? p²/2m അല്ലേ. അത് സോൾവ് ചെയ്താൽ പിന്റെ വാല്യൂ എന്താ മക്കളെ കിട്ടുക? √2m × കൈനറ്റിക് എനർജി എന്നല്ലേ കിട്ടുക. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താ വരിക? ദി വാല്യൂ ഓഫ് ഡി ബ്രോയ് വേവ് ലെങ്ത് ഇസ് ഹൗ മച്ച്? h/p അല്ലേ മക്കളെ. √2m × കൈനറ്റിക് എനർജി. ഓക്കെ. നോക്കിയാൽ നിങ്ങൾ വാട്ട് ഇസ് ദി ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ? ഈ നമ്മുടെ പ്രോട്ടോണിന്റെ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താണ്? h/√2 × m × ഞാൻ ഈ പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജിയെ k വിത്ത് സഫിക്സ് p എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്താ മക്കളെ? h/√2 × പ്രോട്ടോണിന്റെ മാസ് m ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 4m അല്ലേ. പ്രോട്ടോണിന്റെ മാസ് m ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്താണ്? 4m. ഡബ്ലി അയണൈസ്ഡ് ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ആൽഫ പാർട്ടിക്കിളിന്റെ മാസിനെ മക്കളെ 4m എന്ന് വിളിക്കാം. ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ k വിത്ത് സഫിക്സ് ആൽഫ. ഓക്കെ. ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ ഒരു പ്രോട്ടോണിന്റെ വെലോസിറ്റി മക്കളെ 1/10 ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് തന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ആണ്, നമ്മളെ മിസ്ലീഡ് ചെയ്യിക്കാനുള്ള ഇൻഫർമേഷൻ ആണ്. അതിന്റെ കാര്യം ശരിക്കും അവിടെ ഇല്ല. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ മക്കളെ ക്യാൻസൽ ചെയ്ത് നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു എന്താ വരിക? 4 ടൈംസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജിയും ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കൾ ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു 4 ടൈംസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്നല്ലേ കിട്ടിയത്. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ബൈ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലേ. കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ബൈ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. സോ ദി ആൻസർ കംസ് ടു ബി 4. അപ്പോൾ അതിന് ആൻസർ എന്താ മക്കൾ? ഓപ്ഷൻ 2 ആണ്. 4:1 ആണ്. ഓക്കെ. നമ്മുടെ വിസ്റ്റൺസ് ബ്രിഡ്ജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഓഫ് ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒന്ന് കാണണം. നമ്മൾ ചുമ്മാ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്താൽ മതി. നമുക്കതൊരു വിസ്റ്റൺസ് ബ്രിഡ്ജാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. ഇത് മക്കളെ ഇത് ബി ആണ്. പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റിനെ സി എന്ന് വിളിക്കാം. ഇതിനെ ഡി എന്ന് വിളിക്കാം. അപ്പം നിങ്ങൾ ആ ഡയഗ്രത്തിലേക്ക് നന്നായിട്ട് നോക്കിയേ. അത് റീഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മക്കളെ കാണാൻ പറ്റുക? ഞാൻ ഇവിടുന്ന് എ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
എന്ന് സി എന്ന പോയിന്റിലേക്ക് ഒരു 2r റെസിസ്റ്റൻസ് കാണാൻ മേലെ. എടാ നിങ്ങളൊന്ന് നോക്കിയേ, എന്ന് സിയിലേക്ക് നമ്മൾ എന്താ കാണുന്നത്? ഒരു 2r റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എന്ന് സിയിലോട്ട് മക്കളെ ആദ്യം 2r അങ്ങ് വരച്ചു. എന്ന് സിയിലോട്ട് നമുക്ക് എന്ത് കാണാം? ഒരു 2r കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ എന്ന് ഡിയിലോട്ട് ഒരു 6 കാണുന്നില്ലേ? എടാ നിങ്ങൾ ആ മേളിലുള്ള റെസിസ്റ്റൻസ് നോക്ക്. എന്ന് നമ്മൾ ഡിയിലോട്ട് കാണുന്ന റെസിസ്റ്റൻസ് എന്താണ്? എന്ന് നമുക്ക് ഡിയിലോട്ട് ഒരു 6 കാണാം. ഓക്കെ, and we can see a 9r between C and D. സിക്കും ഡിക്കും ഇടയ്ക്ക് എന്താ മക്കളെ നമ്മൾ കാണുന്നത്? ഒരു 9r റെസിസ്റ്റൻസ് അല്ലേ? സിക്കും ഡിക്കും ഇടയ്ക്ക് കാണുന്നത് 9r റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമ്മൾ സിന്ന് ബിയിലോട്ട് 6r കാണാം, ശരിയല്ലേ? സിന്ന് നമുക്ക് ബിയിലോട്ട്, ഇതാണ് ബി എന്ന പോയിന്റ്, ഇങ്ങോട്ട് കാണുന്ന റെസിസ്റ്റൻസ് അതാണ് 6r. കണ്ടോ? സിന്ന് ബിയിലോട്ട് കാണുന്ന 6r. പിന്നെ നമ്മൾ ഡിന്ന് ബിയിലോട്ട് കാണുന്നത് 3r ആണ്. ഡിന്ന് ബിയിലോട്ട് കാണുന്ന റെസിസ്റ്റൻസ് അതാണ് 3r. ഡിന്ന് ബിയിലോട്ട് 3r കാണാം. നിങ്ങളെ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ മക്കളെ, ഇതൊരു ബാലൻസ്ഡ് ഡിസ്റ്റൻസ് ബ്രിഡ്ജ് അല്ലേ? P/Q = R/S അല്ലേ? എടാ 2r/6r = R/3r അല്ലേ? 2r/6rന്റെ റേഷ്യോ 1/3 ആണ്. പിന്നെ നമ്മുടെ R/3r ആ റേഷ്യോ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ഡിസ്റ്റൻസ് ബ്രിഡ്ജ് ആണ്. സോ ദി പോയിന്റ് സി ആൻഡ് ഡി ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. അപ്പം നമ്മുടെ സിയും ഡിയും ഒരേ പൊട്ടൻഷ്യൽ വരും. ആൻഡ് വി കനോട്ട് സീ കറണ്ട് ഫ്രം സി ടു ഡി. ഈ സിന്ന് ഡിയിലോട്ട് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യല. കറണ്ട് ഫ്ലോ ചെയ്യാത്ത ഈ 9r എന്ന റെസിസ്റ്റൻസ് യൂസ്ലെസ് ആണെന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്താൽ എന്താ മക്കളെ നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ അപ്പർ ബ്രാഞ്ചിലേക്ക് നോക്ക്. ഈ 2rഉം 6rഉം എന്താ മക്കളെ? ആ 2rഉം 6rഉം സീരീസ് ആണ്. അതിന്റെ എഫക്റ്റീവ് എന്താണ്? 8r അല്ലേ? അപ്പൊ മേളിൽ നമുക്കൊരു 8r കാണാം. പിന്നെ താഴെ നമ്മൾ എന്താ കാണുന്നത്? 6ഉം 3rഉം സീരീസ് ആണ്. അതിന്റെ എഫക്റ്റീവ് എന്താണ്? 6ഉം 3rഉം സീരീസ് ആണ്. അതിന്റെ എഫക്റ്റീവ് 4r ആണ്. ഈ പോയിന്റ് എയും ഈ പോയിന്റ് എന്താണ്? ബിയുമാണ്. ഇനി നിങ്ങൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് മക്കളെ കാണേണ്ടത്. അത് 8rഉം 4rഉം എന്താണ്? പാരലൽ ആണ്. ഓക്കെ, 8r പാരലൽ 4r, ദാറ്റ് ഇസ് ഹൗ മച്ച്? 8r × 4r ബൈ 8r + 4r. അങ്ങനെയല്ലേ കിട്ടുക? 8r × 4r 8r × 4r ബൈ താഴെ മക്കളെ വരിക 8r + 4r. ഇപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് 32r/12 എന്ന് കിട്ടും. ഓക്കെ, 32r/12 എന്നാണ് മക്കളെ വരിക. അത് 8/3 അല്ലേ? 8 × 4 32, 3 × 4 12. സോ ദി ആൻസർ ഇസ് 8r/3. അപ്പോൾ RAB എന്താ മക്കളെ? RAB = നമുക്ക് എന്താ കിട്ടുക? 8r/3 എന്ന് കിട്ടി. ഓപ്ഷൻ 4 ആണ് ആൻസർ. വീസ്റ്റൺസ് ബ്രിഡ്ജിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയിടാം, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഇൻഫൈനൈറ്റ് ലോങ് ഷീറ്റിന്റെ ഫീൽഡിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നതാണ്, ലെറ്റ് സിഗ്മ ബി ദി യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് 2 ഇൻഫൈനൈറ്റ് തിൻ പ്ലെയിൻ ഷീറ്റ്സ് ഷോൺ ഓൺ ദി ഫിഗർ. ദെൻ ദി ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ 3 ഡിഫറെന്റ് റീജൺ E1, E2 ആൻഡ് E3. അവിടെ മക്കളെ അവർ 2 ഇൻഫൈനൈറ്റ് ലോങ് പാരലൽ ചാർജ്ഡ് ഷീറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് ഷീറ്റ് 1ഉം ഇതെന്താണ്? ഷീറ്റ് 2 ആണ്. മനസ്സിലായോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഷീറ്റ് അങ്ങ് ഇതിനെ ഷീറ്റ് എ എന്നും ഇതിനെ ഷീറ്റ് ബി എന്നും വിളിക്കുന്നു. ഓക്കെ, ബോത്ത് ആർ ഹാവിങ് പോസിറ്റീവ് ചാർജസ്. ഇതിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്താ മക്കളെ? പ്ലസ് സിഗ്മയാണ്. സെക്കൻഡ് വണ്ണും ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്താണ്? പ്ലസ് സിഗ്മ. അവിടെ ഒരു 3 റീജൺസ് കാണിച്ചിട്ടുണ്ട്. ഇത് റീജൺ 1 ആണ്, ഇത് റീജൺ 2 ആണ് മക്കളെ, ഇത് റീജൺ എന്താണ്? 3. ഓക്കെ, നമുക്ക് 3 റീജണിലുള്ള എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു യൂണിറ്റ് വെക്ടറോട് അവർ തന്നിട്ടുണ്ട്. ഐ തിങ്ക് ഔട്ട്വേർഡ് നോർമൽ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എൻ ക്യാപ്. ഈ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എൻ ക്യാപ്. നമുക്കറിയാം ഒരു പോയിന്റിലുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വെക്കുന്ന +1 കുളം ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? നമ്മൾ യൂഷ്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മക്കളെ +1 കുളം ചാർജാണ് ടെസ്റ്റ് ചാർജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എനിക്കിവിടെ ഈ ഒരു 1 എന്ന റീജിയനിലുള്ള ഫീൽഡ് കാണാൻ ഇവിടെ ഒരു +1 കുളം ചാർജിന് വെച്ചാൽ ഈ എ എന്ന ഷീറ്റ് അതിന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നമ്മുടെ ബി എന്ന ഷീറ്റിലേക്ക് നിങ്ങൾ നോക്കി, ആ ബി എന്ന ഷീറ്റ് അതിനെ സെയിം ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും. എനിവേ ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡയറക്റ്റഡ് എവേ ഫ്രം ഇറ്റ്. ഒരു പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും മക്കൾ അകന്നു പോകും. കാരണം പോസിറ്റീവ് ചാർജ് ടെസ്റ്റ് ചാർജിനെ +1 കുളമ്പിനെ റിപ്പൽ ചെയ്യുക ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ റീജിയൺ 1 നോക്കിയാൽ ഈ എ എന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഫീൽഡ് ലെഫ്റ്റിലേക്ക് വരും. ബിന്റെ ഫീൽഡും എങ്ങോട്ടാ മക്കളെ വരിക? അതും ലെഫ്റ്റിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ എയും ഈ ബിയും രണ്ടും ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 എന്ന റീജിയനിലുള്ള ഫീൽഡ് വളരെ ഈസി ആയിട്ട് മക്കളെ കാണാം. ആ 1 എന്ന റീജിയനിലുള്ള ഫീൽഡ് എന്താ വരിക? ദാറ്റ് ഇസ് EA + EB. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ 2 ചാർജിന്റെ സൈൻ നോക്കിയിട്ടാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തത്.
ഇനി നിങ്ങൾ മാത്തമെറ്റിക്കൽ ഇക്വേഷനിൽ ചാർജിന് സൈൻ കൊടുക്കരുത്, പകരം മാഗ്നറ്റ്യൂഡ് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊരു തിൻ ഷീറ്റ് അല്ലേ, തിൻ ഷീറ്റിന്റെ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ σ/2ε0 അല്ലേ. തിക് കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിലാണ് ഫീൽഡ് σ/ε0 ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ എൻ്റെ വാല്യൂ എന്താ പോലെ σ/2ε0 പ്ലസ് ബിയും എന്താണ് σ/2ε0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് E1ന്റെ വാല്യൂ മക്കളെ ഈസി ആയിട്ട് കാണാം. E1 എന്താണ് σ/ε0 അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ E1 ലെഫ്റ്റിലേക്കല്ലേ, ഞാൻ n ക്യാപ്പ് എന്ന യൂണിറ്റ് വെക്ടർ റൈറ്റിലേക്കല്ലേ എടുത്തത്. സോ ഇത് ഏതാ ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് n ക്യാപ്പിന്റെ ഡയറക്ഷനിലല്ലേ. സോ മൈനസ് n ക്യാപ്പ്. സോ E1 ഈക്വൽ ടു മൈനസ് σ/ε0 ഇൻറ്റു n ക്യാപ്പ്. Now look at the net field at region 2. In between two sheets, net field എങ്ങനെയാണ് മക്കളെ വരിക? ഇവിടെ നിങ്ങൾ +1 കുളം ചാർജിന് വെച്ചാൽ എ എന്ന ഷീറ്റ് അതിനെ റൈറ്റിലോട്ട് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, ശരിയല്ലേ. അപ്പോൾ എൻ്റെ ഫീൽഡ് EA റൈറ്റിലോട്ട് വരും. ഓക്കെ, എൻ്റെ ഫീൽഡ് EA റൈറ്റിലോട്ട് വരും. ഈ ഒരു +1 കുളം ചാർജിനെ ഈ ബി എന്ന ഷിഫ്റ്റ് ലെഫ്റ്റിലേക്കല്ല മക്കളെ റിപ്പൽ ചെയ്യാം. ആ ഒരു ചാർജിനെ നമ്മുടെ ബി എന്ന ഷിഫ്റ്റ് എന്താ ചെയ്യുക, സെയിം ഫീൽഡിൽ സെയിം ഫീൽഡ് എങ്ങോട്ടാ വന്നേ, ലെഫ്റ്റിലോട്ട് വന്നു. എയും ബിയും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് അല്ലേ, ദേ ആർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ്. ദെൻ വാട്ട് ഇസ് ദി നെറ്റ് ഫീൽഡ് ഇൻ റീജിയൻ 2? ദി നെറ്റ് ഫീൽഡ് ഇൻ റീജിയൻ 2 ഇസ് 0. അവിടെ എയും ബിയും മക്കളെ ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ആ റീജിയൻ 2ലുള്ള നെറ്റ് ഫീൽഡ് എന്താണ്, 0 ആണ്. നൗ ലുക്ക് അറ്റ് റീജിയൻ 3. ഇനി നിങ്ങൾ റീജിയൻ 3ലേക്ക് നോക്കിയിടാം. ഇവിടെ നിങ്ങളൊരു +1 കുളം ചാർജ് വെച്ചാൽ ഈ രണ്ട് ഷീറ്റും അതിനെ റൈറ്റിലേക്ക് റിപ്പൽ ചെയ്യല്ലേ ചെയ്യാം. ഈ രണ്ട് ഷീറ്റിന്റെ ഫീൽഡും റൈറ്റിലോട്ടല്ലേ വരിക. ഇൻ റീജിയൻ 3 ബോത്ത് E and EB ആർ ടുവേർഡ്സ് റൈറ്റ്. ആ റീജിയൻ 3യില് നമ്മുടെ EAയും റൈറ്റിലോട്ടാണ് മക്കളെ, EAയും റൈറ്റിലോട്ടാണ്. അതേപോലെ EBയും എങ്ങോട്ടാ വരിക, റൈറ്റിലോട്ട് വരും. അവിടെ EAയും EBയും രണ്ടും റൈറ്റിലോട്ടാണ് വരിക. രണ്ടും റൈറ്റിലോട്ട് വന്നു അല്ലേ. EAയും റൈറ്റിലോട്ടാണ്, EBയും റൈറ്റിലോട്ടാണ്. എനിക്ക് റീജിയൻ 3യിലുള്ള നെറ്റ് ഫീൽഡാണ് ഇനി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, മനസ്സിലായോ. റീജിയൻ 3യിലുള്ള നെറ്റ് ഫീൽഡ് ഒന്ന് കാണണം. അത് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, EAയും EBയും അങ്ങ് ആഡ് ചെയ്യണം. ഓക്കെ, അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ പോലെ വരിക, σ/2ε0 തിൻ ഷീറ്റിന്റെ ഫീൽഡ് അല്ലേ, പ്ലസ് σ/2ε0 ദാറ്റ് കംസ് ടു ബി σ/ε0. ഇനി നിങ്ങൾ നോക്കുക, ആ ഒരു റീജിയൻ 3യിലുള്ള രണ്ട് ഫീൽഡും റൈറ്റിലോട്ടാണ്. എനിക്ക് അപ്പം എന്താ വെക്ടറിന്റെ സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കവിടെ നെറ്റ് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും, E3 ഈക്വൽ ടു, നമ്മളത് വെക്ടർ ഫോമിൽ മക്കളെ എഴുതാൻ വേണ്ടി പോവാണ് കേട്ടോ. E3 നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എന്താ കിട്ടുക, ദാറ്റ് ഇസ് ഈക്വൽ ടു, നോക്കിയാ നിങ്ങള് σ/ε0 ഇൻറ്റു n ക്യാപ്പ്. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ E1ന്റെ വാല്യൂ കിട്ടി. E1ന്റെ വാല്യൂ എന്താണ്, -σ/ε0 ഇൻറ്റു n ക്യാപ്പ് ആണ്. E2 എന്താണ്, 0 ആണ്. E3 എന്താണ്, +σ/ε0 ഇൻറ്റു n ക്യാപ്പ്. ശരിയല്ലേ. നമുക്ക് ഓപ്ഷനിലേക്ക് മക്കളെ നോക്കാം. ഓപ്ഷൻ 4 നോക്കിയാൽ നിങ്ങൾ അതല്ലേ ആൻസർ, ഓപ്ഷൻ 4 ആണ് മക്കളെ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്, സർഫസ് ടെൻഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. A mercury drop of radius 10⁻³ meter is broken into 125 equal size droplets. Surface tension of mercury is given. How much? 0.45 Newton meter. ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നമ്മുടെ മെർക്കുറിന്റെ സർഫസ് ടെൻഷൻ എന്താണ്, 0.45 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഗെയിൻ ഇൻ സർഫസ് എനർജി? ഇവിടെ നിങ്ങൾ നോക്കിയടാ, 10⁻³ മീറ്റർ റേഡിയസ് ഉള്ള മെർക്കുറി ഡ്രോപ്ലെറ്റ്സ് 125 സ്മോൾ ഡ്രോപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഇൻക്രീസ് ഇൻ സർഫസ് എനർജിയാണ് കാണേണ്ടത്. അത് കാണാൻ നമ്മൾ ആ ഫൈനൽ സർഫസ് എനർജി ഇനിഷ്യൽ സർഫസ് എനർജി മക്കളെ മൈനസ് ചെയ്താൽ മതി. എനിവേ നമ്മുടെ മെർക്കുറിയുടെ ഇനിഷ്യൽ ഡ്രോപ്പിന്റെ വലിയ ഡ്രോപ്പിന്റെ റേഡിയസ് എന്തായിരുന്നു, 10⁻³ മീറ്റർ അല്ലേ. ഇത് 125 ഡ്രോപ്സ് ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയടാ, ഈ വലിയൊരു ഡ്രോപ്പ് എത്ര ഡ്രോപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 125 സ്മോളർ ഡ്രോപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. ഇങ്ങനെ മൊത്തം എത്ര ഡ്രോപ്സ് ആയിട്ട് മക്കളെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, 125 ഡ്രോപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ശരിയല്ലടാ. ഇവിടെ എന്തായാലും മക്കളെ ടോട്ടൽ മാസ് കൺസേർവ്ഡ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ എന്തായാലും ഇതിന്റെ ടോട്ടൽ വോളിയം കൺസർവ് ചെയ്യണ്ടേ. ഇങ്ങനെ പറയാൻ മേലെ ദി വോളിയം ഓഫ് ബിഗർ ഡ്രോപ്പ് ഈക്വൽസ് 125 ഇൻറ്റു വോളിയം ഓഫ് ഈച്ച് സ്മോളർ ഡ്രോപ്പ്. ഈ ഓരോ ചെറിയ ഡ്രോപ്സിന്റെ വോളിയം ആഡ് ചെയ്താൽ, ഈ 125 സ്മോളർ ഡ്രോപ്സിന്റെ വോളിയം ആഡ് ചെയ്താൽ എടാ നിങ്ങൾക്ക് ആ ബിഗർ ഡ്രോപ്പിന്റെ വോളിയം കിട്ടണ്ടേ. സോ ദി വോളിയം ഓഫ് ബിഗർ ഡ്രോപ്പ് ഈക്വൽസ് 125 ഇൻറ്റു വോളിയം ഓഫ് സ്മോളർ ഡ്രോപ്പ്. അങ്ങനെ പറയാൻ മേലെ
ലുക്ക് അറ്റ് ബിഗർ ഡ്രോപ്പ്. എടാ ബിഗർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലേ, മെർക്കുറി ഡ്രോപ്പ് അല്ലേ. അതിന്റെ വോളിയം എന്താണ് 4/3π ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ 125 ഇൻറ്റു വാട്ട് ഇസ് ദി വോളിയം ഓഫ് സ്മോളർ ഡ്രോപ്പ്. സ്മോളർ ഡ്രോപ്പിന്റെ വോളിയം എന്താണ് 4/3π ഇൻറ്റു സ്മോൾ ആർ ക്യൂബ് അല്ലേ. അപ്പോൾ മക്കളെ നമുക്കത് ഇവിടെ 4/3π ക്യാൻസൽ ചെയ്യാം. ക്യാപിറ്റൽ ആർ ക്യൂബ് ഈക്വൽ ടു 125 ഇൻറ്റു സ്മോൾ ആർ ക്യൂബ്. അതിൻ്റെ ക്യൂബിക് റൂട്ട് അങ്ങ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു 5 ഇൻറ്റു സ്മോൾ ആർ എന്നല്ലേ കിട്ടുക. എടാ 5 ക്യൂബല്ലേ 125, സോ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു 5 ഇൻറ്റു സ്മോൾ ആർ. സോ ദി വാല്യൂ ഓഫ് സ്മോൾ ആർ കംസ് ടു ബി എന്താ മക്കളെ, നമുക്ക് ക്യാപിറ്റൽ ആർ ബൈ 5 എന്ന് കിട്ടും. സ്മോൾ ആറിൻ്റെ വാല്യൂ എന്താണ്, ക്യാപിറ്റൽ ആർ ബൈ 5 ആണ്. ഇതിന് ഇൻക്രീസ് ഇൻ സർഫസ് എനർജി കാണാൻ ഫൈനൽ സർഫസ് എനർജിയിൽ നിന്ന് ഇനിഷ്യൽ സർഫസ് എനർജി മൈനസ് ചെയ്യണം. ഈ മെർക്കുറി ഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലിക്വിഡ് ഡ്രോപ്പാണ്. ഇറ്റ് ഇസ് ഹാവിങ് ഓൺലി വൺ ഫ്രീ സർഫസ്. ഇതിനൊരു ഫ്രീ സർഫസ് മാത്രമല്ലേ ഉള്ളൂ. ഇത് സോബബിൾ അല്ല മക്കളെ, ലിക്വിഡ് ഡ്രോപ്പാണ്. ഇതിൻ്റെ ഔട്ടർ സർഫസിന് മാത്രമേ ആരുമായിട്ട് കോൺടാക്റ്റ് ഉള്ളൂ, എയറുമായിട്ട് കോൺടാക്റ്റ് ഉള്ളൂ. ഇന്നർ സർഫസിന് എയറായിട്ട് കോൺടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പിന്റെ സർഫസ് എനർജി കാണാൻ സർഫസ് ടെൻഷനെ ഔട്ടർ സർഫസിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഡ്രോപ്പിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ സർഫസ് എനർജി എന്താണ്, T × 4πr² ആണ്. നിങ്ങൾ ഫൈനൽ സിറ്റുവേഷൻ ഒന്ന് നോക്കിയേ. ഫൈനലി വി ക്യാൻ സീ 125 സ്മോൾ ഡ്രോപ്സ്. ഫൈനലി നമുക്ക് 125 സ്മോൾ ഡ്രോപ്സ് കാണാം. അപ്പോൾ അതിന്റെ ഫൈനൽ സർഫസ് എനർജി എന്താ മക്കളെ വരിക, 125 ഇൻറ്റു T ഇൻറ്റു ഓരോ സ്മോളർ ഡ്രോപ്പിൻ്റെ ഫ്രീ സർഫസിൻ്റെ ഏരിയ 4π ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ അല്ലേ. സ്മോൾ ആറിന് നമുക്ക് ക്യാപിറ്റൽ ആർ ബൈ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ സർഫസ് എനർജി എന്താ മക്കളെ കിട്ടുക, 125 ഇൻറ്റു T ഇൻറ്റു 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ 5 ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ബൈ എന്താ വരിക 25 എന്ന് വരും. 125/25 എന്താണ് 5 അല്ലേ. സോ ഇതിന്റെ ഫൈനൽ എനർജി എന്താ മക്കളെ, ദി വാല്യൂ ഓഫ് ഫൈനൽ എനർജി ഇസ് ഹൗ മച്ച്, 5T ഇൻറ്റു എന്താ വരിക 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. അഗ്രീഡ്. അതാണ് ഇതിന്റെ ഫൈനൽ എനർജി. ഇനി എന്താ മക്കളെ കാണേണ്ടത്, അതിന്റെ ഇനിഷ്യൽ എനർജി കാണണം. ഇനിഷ്യലി ഇറ്റ്സ് എ ബിഗർ ഡ്രോപ്പ് ഹാവിംഗ് റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇനിഷ്യലി അത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സിംഗിൾ ഡ്രോപ്പ് അല്ലേ. അതിന്റെ സർഫസ് എനർജി എന്താണ്, ടെൻഷൻ, സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ഫ്രീ സർഫസ് 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. നമുക്കിവിടെ ഇൻക്രീസ് ഓഫ് സർഫസ് എനർജി അല്ലേ മക്കളെ കാണണ്ടേ. ഡെൽറ്റ ഇ ഈക്വൽ ടു ഇൻക്രീസ് ഓഫ് സർഫസ് എനർജി ഈക്വൽസ് ഫൈനൽ സർഫസ് എനർജി മൈനസ് എന്താ വരിക, ഇനിഷ്യൽ സർഫസ് എനർജി എന്ന് വരും. ഫൈനൽ സർഫസ് എനർജി മൈനസ് ഇനിഷ്യൽ സർഫസ് എനർജി. അത് സോൾവ് ചെയ്താൽ എന്താ മക്കളെ കിട്ടുക, 5T ഇൻറ്റു 4πr² മൈനസ് T ഇൻറ്റു 4πr². ദാറ്റ് ഇസ് 4T ഇൻറ്റു 4πr² ഓർ 16T ഇൻറ്റു πr² എന്ന് കിട്ടി. ഓരോ ഡാറ്റാസ് ആയിട്ട് നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 16 ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് സർഫസ് ടെൻഷൻ. ക്വസ്റ്റ്യനിൽ അവർ സർഫസ് ടെൻഷൻ മക്കളെ തന്നിട്ടുണ്ട്. എത്രയത് 0.45 ആണ്. 0.45 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ് ഇൻറ്റു ആർ സ്ക്വയർ. ആറിൻ്റെ വാല്യൂ 10⁻³ ആണ്. ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്ര നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ മക്കളെ ഓപ്ഷൻ 1 ആണ് വരെ. 2.26 ഇൻറ്റു 10⁻⁻5 ജൂൾ. 2.26 ഇൻറ്റു 10⁻⁻5 ജൂൾ. അങ്ങനെ ആൻസർ വരും. ഓക്കെ, അതിൻ്റെ ആൻസർ മക്കളെ ഓപ്ഷൻ 1 ആണ് കേട്ടോ. മോഡേൺ ഫിസിക്സിന് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു മോഡലാണ് കേട്ടോ. ദി മാസ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഹീലിയം ന്യൂക്ലിയൈ ആർ റെസ്പെക്റ്റീവ്ലി 1.0073 U. ആ U മീൻസ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. 1/12 ഓഫ് ദി മാസ് ഓഫ് കാർബൺ 12 ആറ്റം അല്ലേ. പിന്നെ 1.0087 അറ്റോമിക് മാസ് യൂണിറ്റ് ആൻഡ് 4.0015 അറ്റോമിക് മാസ് യൂണിറ്റ്. പ്രോട്ടോണിൻ്റെ മാസ് 1.0073 AMU ആണ്. ന്യൂട്രോണിൻ്റെത് 1.0087 AMU ആണ്. ഹീലിയം ന്യൂക്ലിയസിൻ്റെത് 4.0015 AMU ആണ്. വാട്ട് ഇസ് ദി ബൈൻഡിങ് എനർജി ഓഫ് ഹീലിയം ന്യൂക്ലിയൈ. ഇവിടെ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിയാണ് കാണേണ്ടത്. ബൈൻഡിങ് എനർജി ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ഇൻറ്റു C² അല്ലേ. നമുക്കറിയാം 1 അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി 931 MeV അല്ലേ. ഇവിടെ മക്കളെ നമുക്ക് മാസ് ഡിഫക്റ്റ് കാണണം. ആദ്യം നമുക്ക് മാസ് ഡിഫക്റ്റ് കാണാം, എന്നിട്ട് അതിനെ 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇതിൻ്റെ ബൈൻഡിങ് എനർജി കിട്ടും അല്ലേ. സോ ദറ്റ് ബൈൻഡിങ് എനർജി ഈക്വൽസ്, എങ്ങനെ മാസ് ഡിഫക്റ്റ് കാണുന്നത്, ഹീലിയത്തിനകത്ത് ഹീലിയം ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോണും കാണും 2 ന്യൂട്രോണും കാണും. സോ ഈ നമ്മുടെ 2 പ്രോട്ടോണിൻ്റെയും 2 ന്യൂട്രോണിൻ്റെയും ടോട്ടൽ മാസ് എന്താ മക്കളെ 2 ഇൻറ്റു എന്താ വരിക 1.0073 പ്ലസ് 1.0087. ഇതാണ് 2 പ്രോട്ടോണിൻ്റെയും 2 ന്യൂട്രോണിൻ്റെയും ടോട്ടൽ മാസ്. ഇതിന് നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്,
ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മാസ് ഡിഫക്റ്റ് കിട്ടും അല്ലേ? ഓക്കെ, വാട്ട് ഇസ് ദി മാസ് ഓഫ് ഹീലിയം ന്യൂക്ലിയർ? 4.0015 AMU. ഇതാണ് മാസ് ഡിഫക്റ്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി മെഗാ ഇലക്ട്രോൺ വോൾട്ട് കാണാൻ ഇൻറ്റു 931 ചെയ്താൽ പോരെ. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ മക്കളെ കിട്ടുന്ന ആൻസർ 28.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന് ബേസ് ചെയ്തുള്ള സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദി ഇക്വേഷൻ P+A/V² into V minus B equals RT represents the equation of state of some gases. ഇതൊരു റിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് അല്ലേ? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്നൊക്കെ പറയും. where P is the pressure, V is the volume, T is the temperature, and A, B and R are constants. The physical quantity which is the same dimensional formula of B²/A will be. ഇതിനകത്തുള്ള വണ്ടർവാൾസ് കോൺസ്റ്റൻസ് ആണ് എയും ബിയും. ഇവർ പറഞ്ഞിരിക്കുന്നത് B²/A സെയിം ഡയമെൻഷണൽ ഫോർമുലുള്ള ക്വാണ്ടിറ്റി നമ്മൾ കളക്ട് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ടൈമിലേക്ക് നോക്കിയാൽ P+A/V². അതിനർത്ഥം ഈ A/V² ഡയമെൻഷണൽ ഫോർമുല നമ്മുടെ പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് സെയിം ആവണം. മനസ്സിലായ മക്കളെ? A/V² ഡയമെൻഷണൽ ഫോർമുലയും പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുലയും എന്താവണം? സെയിം ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ? നമ്മുടെ എന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ വരിക? ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് V² അല്ലേ? എന്റെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് V² എന്ന് കിട്ടും. നൗ ലുക്ക് അറ്റ് സെക്കൻഡ് ടേം. ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ ടേമിലേക്ക് നോക്ക്. V-B അല്ലേ? ഈ V-B എന്ന് പറഞ്ഞാൽ ബി എന്ന ടേം വോളിയത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിന്റെ ഡയമെൻഷണൽ ഫോർമുല ആരുടെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഈക്വൽ ആവണം? അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല മക്കളെ നമ്മുടെ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഈക്വൽ ആവണം. ശരിയല്ലേ? നമുക്ക് എന്താ കാണണ്ടേ? B²/A ഡയമെൻഷണൽ ഫോർമുലയിലെ കാണണ്ടേ? B² എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ V²ഉം /A കാണുമ്പോൾ V² ക്യാൻസൽ ചെയ്തു പോകും. സോ B²/A ആ ബോർഡിലേക്ക് നോക്കിയടാ. B²/A കാണുമ്പം ദി റെസിപ്രോക്കൽ ഓഫ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ അല്ലേ കിട്ടുക? നമുക്കറിയാം മക്കളെ, പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുലയും ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം അല്ലേ? ബിക്കോസ് ദി ഇൻക്രീസ് ഇൻ പ്രഷർ ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ബൾക്ക് മോഡുലസ് ഇൻറ്റു വോളിയം സ്ട്രെയിൻ അല്ലേ? ഈ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുലയും ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആണ്. സോ ദിസ് ഇസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബൾക്ക് മോഡുലസ്. ദി റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഇസ് കോൾഡ് കംപ്രസിബിലിറ്റി. ഈ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ എന്താ വിളിക്കുക? കംപ്രസിബിലിറ്റി എന്ന് വിളിക്കും. സോ ഡയമെൻഷണൽ ഫോർമുല ഓഫ് V²/A സെയിം ആസ് ദാറ്റ് ഓഫ് കംപ്രസിബിലിറ്റി. ഓപ്ഷൻ 3 ആണ് ആൻസർ കേട്ടോ. ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാം. ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഓഫ് ഗ്യാസസ്. മക്കളത് സിമ്പിൾ അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലേ? If there are F degrees of freedom, then kinetic energy of each molecule is F/2 kT. അതായത് F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഗ്യാസ് ആണെങ്കിൽ ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി എന്താ മക്കളെ? F/2 kT ആണ്. ഓരോ മോളിലും ആണെങ്കിൽ F/2 RT എന്ന് വരും. ഓരോ മോളിക്യൂളിലും എന്താ വരിക? F/2 kT എന്ന് വരും. സോ ദിസ് കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓപ്ഷൻ 1 ആണ് ആൻസർ കേട്ടോ. ഇനി നിങ്ങൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് വേണം മക്കളെ പറയാം. ലോസ് ഓഫ് മോഷനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് മാസ് 5 kg പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ് ഓൺ എ ടേബിൾ ഓൺ എ റഫ് സർഫസ്. റഫ് സർഫസിൽ മക്കളെ 5 kg മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ആ ബ്ലോക്കിന്റെ മാസ് എന്താണ്? ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് 5 kg ആണ്. Now a force of 30 Newton is applied in a direction parallel to the surface of table. The block slides through a distance 50 meters in an interval of 10 seconds. നമ്മൾ ഈ സർഫസിന് പാരലായിട്ട് ഒരു 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, സർഫസിന് പാരലായിട്ട് 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ബ്ലോക്ക് മക്കളെ 10 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ മൂവ് ചെയ്യും? 50 മീറ്റർ മൂവ് ചെയ്യും. ഈ ബ്ലോക്ക് 10 സെക്കൻഡ്സ് കൊണ്ട് എത്ര മീറ്റർ മൂവ് ചെയ്ത്? 50 മീറ്റേഴ്സ് മൂവ് ചെയ്തു. ഓക്കെ, വാട്ട് ഇസ് ദി കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓൺ ബ്ലോക്ക്? നമുക്ക് എന്താ കാണണ്ടേ? ഈ ബ്ലോക്കിന് മുകളിൽ ആക്ട് ചെയ്യുന്ന കൈനറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് കാണണം. എനിവേ ഈ ബ്ലോക്ക് റഫ് സർഫസിലൂടെ ആക്ച്വലി സ്ലൈഡ് ചെയ്യുന്നില്ലേ? ഈ റിയൽ സ്ലിപ്പിങ്ങിനെ ആരാ മക്കളെ ഒപ്പോസ് ചെയ്യുക? കൈനറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യും. കറക്റ്റ്. ഈ റിയൽ സ്ലിപ്പിങ്ങിനെ കൈനറ്റിക് ഫ്രിക്ഷനാണ് ഒപ്പോസ് ചെയ്യുക. കൈനറ്റിക് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ മക്കളെ μk/n അല്ലേ? where μk is called coefficient of kinetic friction. കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്താണ്? μk/n ആണ്. മനസ്സിലായോ? ഇതിന്റെ വെയിറ്റ് mg എങ്ങനെയാണ് മക്കളെ ആക്ട് ചെയ്യുക? വെയിറ്റ് mg അങ്ങ് താഴേക്ക് ആക്ട് ചെയ്യും. നമുക്കറിയാം നോർമൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? അങ്ങ് മേളിലേക്കല്ലേ ആക്ട് ചെയ്യുക. ശരിയല്ലേ?
അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ ബ്ലോക്ക് മക്കളെ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഒറിസോണ്ടൽ ആയിട്ടാണ്. ബ്ലോക്കിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഒന്നും ഇല്ലല്ലോ. ദെൻ വാട്ട് വുഡ് ബി ദി നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഓൺ ബ്ലോക്ക്? അപ്പോൾ ബ്ലോക്കിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്താണ്? 0 അല്ലേ? അങ്ങനെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0 ആകാനുള്ള കണ്ടീഷൻ എന്താണ്? N ഷുഡ് ബി ബാലൻസ്ഡ് ബൈ mg. എന്നെ മക്കളെ ആര് ബാലൻസ് ചെയ്യണം? mg ബാലൻസ് ചെയ്യണം. ഇവിടെ നമുക്ക് മ്യൂ കെ അല്ലേ കാണേണ്ടത്. കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ നമുക്ക് എന്താ മക്കളെ കിട്ടുക? മ്യൂ കെ ഇൻറ്റു എൻ എന്ന് കിട്ടും. അത് മ്യൂ കെ ഇൻറ്റു mg ആണ്. ആ മ്യൂ കെ കാണണമെങ്കിൽ നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഹൗ ടു ഫൈൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ? ഇവിടെ നമുക്കറിയാം ഈ ബ്ലോക്ക് മക്കളെ ആക്സിലറേറ്റ് ചെയ്യുന്നില്ലേ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? ഒന്നില്ലടാ, ന്യൂട്ടൺ സെക്കൻഡ് ലോ. അത്രയും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് F മൈനസ് മ്യൂ കെ ഇൻറ്റു എൻ അല്ലേ? അതല്ലേ മക്കളെ നെറ്റ് ഫോഴ്സ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? നെറ്റ് ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കാണണ്ടേ? ഈ ഒരു ഡാറ്റ വെച്ച് നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്ക് 10 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്? 50 മീറ്റർ മക്കളെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. മോറോവർ ബ്ലോക്ക് ഇസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഈ ബ്ലോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? യൂണിഫോം ആക്സിലറേഷനിലാണ്. സോ എസ് ഈക്വൽ ടു എന്താ മക്കളെ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? യുവിൻ്റെ വാല്യൂ 0 അല്ലേ? അപ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ എന്താ കിട്ടുക? ദി വാല്യൂ ഓഫ് എസ് കംസ് ടു ബി ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. കാരണം യു എന്താണ്? 0 ആണ്. ഇവിടെ എസിൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ 10 സ്ക്വയർ. 10 സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്യുന്നത് 100 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ മക്കളെ എന്താ കിട്ടുക? 100/100 എന്ന് വരും. ആക്സിലറേഷൻ ഇസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്കിവിടെ ആക്സിലറേഷൻ മക്കളെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ബ്ലോക്കിന് മുകളിൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ മീൻസ് അപ്ലൈഡ് ഫോഴ്സ് മൈനസ് കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ കെ ഇൻറ്റു എൻ ഈക്വൽ ടു മാസ് ഓഫ് ബ്ലോക്ക് ഇൻറ്റു ആക്സിലറേഷൻ. ഓരോ വാല്യൂസ് ഒന്ന് നോക്കിയടാ. അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? 30 അല്ലേ? അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ മക്കളെ 30 ആണ്. 30 മൈനസ് മ്യൂ കെൻ്റെ വാല്യൂ എത്രയാണ്? ദി വാല്യൂ ഓഫ് മ്യൂ കെ ഇസ് ഹൗ മച്ച്? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. മ്യൂ കെ ഇൻറ്റു എൻ്റെ മക്കളെ n ഈക്വൽ ടു mg അല്ലേ? n ഈക്വൽ ടു mg ആണ്. അതിൻ്റെ മാസ് എന്തായിരുന്നു? മാസ് 5 കിലോഗ്രാം ആണ്. ജീൻ്റെ വാല്യൂ 10 ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. സോ n ഇസ് 50 ന്യൂട്ടൺ. സോ ഇൻറ്റു 50 ഈക്വൽ ടു മാസ് ഓഫ് ബ്ലോക്ക് സോ മച്ച് 5 ഇൻറ്റു ആക്സിലറേഷൻ ഇസ് 1. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് മ്യൂ കെ ഇൻറ്റു 50 ഈക്വൽ ടു 30 മൈനസ് 5 വന്നാൽ മക്കളെ 25 അല്ലേ? സോ അപ്പോൺ സോൾവിങ് മ്യൂ കെ ഈക്വൽസ് നമുക്ക് 0.5 എന്ന് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ മക്കളെ 0.5 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ കേട്ടോ. എന്നാൽ നിങ്ങൾ നമ്മുടെ ഇതിനകത്തുള്ള ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 21. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ചാർജ് പാർട്ടിക്കിൾ ഓഫ് 2 മൈക്രോകൂളം accelerated by a potential difference of 100 volt enters a region of uniform magnetic field of magnitude 4 millitesla at right angle to the direction of field. അതായത് 100 വോൾട്ട് എന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യുന്ന 2 മൈക്രോകുളം ചാർജ് 4 മില്ലി ടെസ്ല സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ചാർജിന് മക്കളെ എന്ത് മോഷൻ ഉണ്ടാവുക? സർക്കുലർ മോഷൻ ഉണ്ടാകും അല്ലേ? ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നോർമലായിട്ട് എൻ്റർ ചെയ്താൽ ചാർജിന് എന്ത് മോഷൻ ഉണ്ടാവുക? സർക്കുലർ മോഷൻ ഉണ്ടാകും. The charged particle completes a semicircle of radius 3 cm inside the magnetic field. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദെൻ ദി മാസ് ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇസ് ഗിവൺ ആസ് ഡാഷ് ഇൻറ്റു 10⁻⁻18 കിലോഗ്രാം. ഇവിടെ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? അതായത് ആ ചാർജ് പാർട്ടിക്കിളുടെ മാസാണ് മക്കളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ചാർജ് എത്രയായിരുന്നു? 2 മൈക്രോ കൂളമാണ്. അതായത് 2 × 10⁻⁻6 കൂളമാണ്. ഈ ചാർജിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വി എന്താ മക്കളെ? 100 വോൾട്ട് അല്ലേ? മനസ്സിലായോ? ചാർജ് എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്? 4 മില്ലി ടെസ്ലയാണ്. 4 × 10⁻³ ടെസ്ലയാണ്. ഈ ചാർജ് ഫീൽഡിലേക്ക് നോർമലായിട്ടാണ് മക്കളെ എൻ്റർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എല്ലാ മൊമെന്റിലും ചാർജിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആകും. ചാർജ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ആ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? mv/qb അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇക്വേഷനിൽ എത്തിയത്? ഇവിടെ ചാർജിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുക? മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക.
എടാ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? QVB sin 90 എന്ന് കിട്ടും. കാരണം ചാർജ് മൂവ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല, ക്വസ്റ്റിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ എന്താ മക്കളെ? QVB sin 90 എന്നാണ് വരിക. ദിസ് ഫോഴ്സ് പ്രൊവൈഡ്സ് ദി നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r. ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ മക്കളെ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് എന്താ കിട്ടുക? mv/qb എന്ന് കിട്ടും. റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഈക്വൽ ടു, നിങ്ങൾ ആ ന്യൂമറേറ്ററിലേക്ക് ഒന്ന് നോക്കിയടാ, mv എന്ന് പറഞ്ഞാൽ ചാർജിന്റെ മൊമെന്റം അല്ലേ? സോ ദാറ്റ് ഇസ് p/qb. ഇവിടെ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി QV is converted into കൈനറ്റിക് എനർജി p²/2m. ഞാൻ എഴുതിയ ഇക്വേഷൻ മനസ്സിലായോ? എടാ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ചാർജ് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ എന്ത് ചെയ്യുന്നു? ആക്സിലറേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി QV is converted into കൈനറ്റിക് എനർജി p²/2m. ഓക്കെ, അങ്ങനെയാണ് മക്കളെ നമുക്ക് അവിടെ നിന്ന് പിന്റെ വാല്യൂ എന്താ കിട്ടുക? ദി വാല്യൂ ഓഫ് പി കംസ് ടു ബി റൂട്ട് ഓഫ് എന്താണ്? 2m × QV എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മേലെ. സോ ആർ ദി വാല്യൂ ഓഫ് ആർ ഇസ് ഹൗ മച്ച്? 1/QB ഇൻറ്റു എന്താണ്? റൂട്ട് ഓഫ് എന്താ വരും മക്കളെ? 2m × Q ഇൻറ്റു ഈ ക്യാപിറ്റൽ V ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് അവിടെ പിന്റെ വാല്യൂ കിട്ടി അല്ലേ? പിന്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് 2m × QV ആണ്. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ആർ? ആറിന്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് എന്താ വരിക? 2m × QV അല്ലേ? ഇത് റൂട്ടിനകത്തേക്ക് പോയാൽ Q² ഇൻറ്റു എന്താ വരിക? B² എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ദി വാല്യൂ ഓഫ് ആർ ഇസ് ഹൗ മച്ച്? 1/B ഇൻറ്റു റൂട്ട് ഓഫ് എന്താ വരിക? 2m × V/Q എന്ന് കിട്ടും. Q² Q ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട പാർട്ടിക്കിളുടെ മാസ് അല്ലേ? ആ ഒന്ന് സ്ക്വയർ ചെയ്തേ മക്കളെ, ആ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്തേ. r² ഈക്വൽ ടു എന്താണ്? 2mv/b² × Q അല്ലേ? നമുക്ക് എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ml കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് m ഈക്വൽ ടു എന്താണ്? Q × r²b². Q × r²b² ഡിവൈഡഡ് ബൈ 2v അല്ലേ? സോ വാട്ട് ഇസ് ദി മാസ് ഓഫ് പാർട്ടിക്കിൾ? Q × r²b² / 2v എന്നല്ല കിട്ടുക. ഇനി നിങ്ങൾ തന്ന ഡാറ്റാസിലേക്ക് നോക്കി. ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 2 × 10⁻⁻6 കൂളം അല്ലേ? ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എന്താണ്? 100 വോൾട്ട് ആണ്. പിന്നെ നമുക്ക് ബിയും തന്നിട്ടുണ്ട് 4 × 10⁻³ ടെസ്ലയാണ്. ഓക്കെ, ആ അത്ര കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? ക്യൂവിന്റെ വാല്യൂം ആറിന്റെ വാല്യൂം ബിന്റെ വാല്യൂം വിയും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഇവിടെ മക്കളെ നിങ്ങൾ നോക്കിയാൽ ക്യൂവിന്റെ വാല്യൂ എന്താണ്? 2 × 10⁻² എത്രയാണ്? -6 ആണ്. r² അല്ലേ? ആറിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഇയാൾ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ ആയിരുന്നു കേട്ടോ. ആറിന്റെ വാല്യൂ എന്താ മക്കളെ? 3 സെന്റിമീറ്റർ ആണ്. അതായത് 3 × 10⁻² മീറ്റർ ആണ്. അപ്പോൾ r² എന്താ വരിക? 9 × 10⁻⁴ എന്ന് വരും അല്ലേ? ഇനി b² അല്ലേ? ബി എത്രയാണ്? 4 മില്ലി ടെസ്ല. ബിന്റെ വാല്യൂ 4 മില്ലി ടെസ്ലയാണ്. 4 × 10⁻³ ടെസ്ലയാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 16 × 10⁻⁶ അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? 100 വോൾട്ട് ആയിരുന്നു. ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് മക്കളെ കിട്ടുന്ന ആൻസർ എന്താണ്? 144 × 10⁻18 കിലോഗ്രാം എന്ന് കിട്ടും. 144 × 10⁻18 കിലോഗ്രാം. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡാറ്റ എത്രയാണ്? 144 ആണ്. ആൻസർ ഇസ് 144. Mass is how much? 144 × 10⁻18 കിലോഗ്രാം. ഓക്കെ, അടുത്ത മക്കളെ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. In an experiment to find the EMF of a cell using potentiometer, the length of null point for a cell of EMF 1.5 volt is found to be at 60 centimeter. നമ്മൾ സെക്കൻഡറിയിൽ 1.5 വോൾട്ട് EMF ഉള്ള സെൽ യൂസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ലെങ്ത് എന്താണ്? 60 സെന്റിമീറ്റർ ആണ്. ഇഫ് ദിസ് സെൽ ഇസ് റീപ്ലേസ്ഡ് ബൈ അനദർ സെൽ ഓഫ് EMF E, ദി ലെങ്ത് ഓഫ് നൾ പോയിന്റ് ഇൻക്രീസസ് ബൈ 40 സെന്റിമീറ്റർ. എടാ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ലെങ്ത് 40 സെന്റിമീറ്റർ കൂടി എന്ന് പറഞ്ഞാൽ പുതിയ ബാലൻസിങ് ലെങ്ത് എത്രയാണ് വരിക? 60 + 40 100 എന്ന് വരും. മനസ്സിലായോ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് അൺനോൺ EMF? ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡറിയിൽ 1.5 വോൾട്ട് EMF ഉള്ള സെല്ലല്ലേ? The EMF of secondary cell is directly proportional to balancing length. നമുക്കറിയാം സെക്കൻഡറി സെല്ലിന്റെ EMFും ഈ ബാലൻസിങ് ലെങ്ത്തും മക്കളെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ 1.5 പ്രൊപ്പോർഷണൽ ടു 60 എന്ന് എഴുതാം. സെക്കൻഡ് കേസിലുള്ള അൺനോൺ EMF എന്താണ്? E അല്ലേ? ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു
നമ്മൾ സെക്കൻഡറിയിൽ ഈ അൺനോൺ EMF ഉള്ള സെൽ യൂസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ലെങ്ത് എത്ര വെച്ച് കൂടും? 40 സെൻറ്റിമീറ്റർ വെച്ച് കൂടും. ആദ്യം ബാലൻസിങ് ലെങ്ത് 60 ആയിരുന്നു, അതിപ്പോൾ എത്ര വെച്ച് കൂടി? 40 വെച്ച് കൂടി. സോ വാട്ട് ഇസ് ദി ന്യൂ വാല്യൂ ഓഫ് ബാലൻസിങ് ലെങ്ത്? 100 അല്ലേ? നിങ്ങൾ ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് എന്താ മക്കളെ കിട്ടുക? E/1.5 ഈക്വൽ ടു എന്താ വരുന്നത്? നമുക്കത് 100/60 10/6 എന്ന് കിട്ടും, അതായത് 5/3 എന്ന് കിട്ടും അല്ലേ? സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് E? അപ്പോൾ ഈ മക്കളെ എന്താ കിട്ടുക? ഈ 1.5ഉം 3ഉം അല്ലേ, ഇവിടെ 2 വരും, അതായത് 5/2 2.5 വോൾട്ട് എന്നാണ് മക്കളെ കിട്ടുക. അവർ തന്നിരിക്കുന്നത് ഈനെ x/10 ആയിട്ടാണ്. x/10 ഈക്വൽ ടു 2.5 എന്ന് കിട്ടും. സോ ദി വാല്യൂ ഓഫ് എക്സ് ഇസ് ഹൗ മച്ച്? 25. അവർ ചോദിച്ചിരിക്കുന്ന എക്സ് ആണ്, എക്സിന്റെ വാല്യൂ എന്താ മക്കളെ? 25 ആണ്. മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയാം. A small particle moves to position 5i cap minus 2j cap plus k cap from its initial position 2i cap plus 3j cap minus 4k cap under the action of force 5i cap plus 2j cap plus 7k cap Newton. The value of work done will be. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, പക്ഷേ നിങ്ങൾ വളരെ കോഷ്യസ് ആവണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം. കാരണം ഇവിടെ ഈ ഫോഴ്സിൻ്റെ വർക്കാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. ഈ പാർട്ടിക്കിളുടെ ഫൈനൽ പൊസിഷനാണ് 5i cap plus minus 2j cap plus k cap. അത് ഇനിഷ്യൽ പൊസിഷൻ അല്ല, പാർട്ടിക്കിൾ മൂവ്സ് ടു ദാറ്റ് പൊസിഷൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ്റെ പൊസിഷൻ വെക്ടർ എന്താണ് നോക്കിയാൽ നിങ്ങൾ? 5i cap minus 2j cap plus k cap അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ്റെ പൊസിഷൻ വെക്ടർ ഒരു ക്വസ്റ്റ്യൻ മക്കളെ തന്നിട്ടുണ്ട്. എന്താണ്? 2i cap plus എന്താണ്? 3j cap minus 4k cap അല്ലേ? മനസ്സിലായോ? പിന്നെ ഫോഴ്സ് വെക്ടറും തന്നിട്ടുണ്ട്. ഫോഴ്സ് വെക്ടർ ഇസ് ഓൾസോ ഗിവൺ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഫോഴ്സ് വെക്ടർ? 5i cap പ്ലസ് എന്താണ്? 2j cap പ്ലസ് 7k cap അല്ലേ? നമുക്ക് എന്താ കാണേണ്ടത്? വർക്കല്ലേ കാണേണ്ടത്? എടാ നിങ്ങൾ നോക്കിയാൽ അതൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ലേ? കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ വർക്ക് എങ്ങനെയാണ് കാണുന്നത്? ഫോഴ്സ് വെക്ടറിന്റെയും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കാണാൻ നമ്മൾ ഫൈനൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടറിന് എന്ത് മൈനസ് ചെയ്യണം? ഇനിഷ്യൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്യണം. അതല്ലേ ചെയ്യണ്ടേ? സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈക്വൽസ് എന്താ മക്കളെ വരുന്നത്? പൊസിഷൻ വെക്ടർ ഓഫ് ഫൈനൽ പൊസിഷൻ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ഇനിഷ്യൽ പൊസിഷൻ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്? ഫൈനൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടർ എന്ന് ഇനിഷ്യൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്യൂ. 5 - 2 എന്താ മക്കളെ? 3 അല്ലേ? സോ 3i cap minus 2 minus 3 minus 5j cap k minus 4k 5k cap അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് മാറി. W എന്താ മക്കളെ? കോൺസ്റ്റന്റ് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് എന്താ എഴുതാം? F.S എന്ന് എഴുതാം. F.S കാണുമ്പം I.I1 ആണ്. 5 × 3 എന്താണ്? 15 അല്ലേ? I.Jയും I.Kയും 0 ആണ്. J.I 0 ആണ്. J.J 1 ആണ്. 2 × -5 -10. പിന്നെ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 7 × 5 വരും, കാരണം K.K 1 ആണ്. K.Iയും K.Jയും 0 ആണ്. 7 × 5 എത്രയാണ്? 35 അല്ലേ? സോ ദി ആൻസർ ഇസ് ഹൗ മച്ച്? 40 ജൂൾസ്. അപ്പോൾ വർക്ക് മക്കളെ നമുക്ക് എത്ര കിട്ടും? 40 ജൂൾ എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ 40 ജൂൾ ആണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നിങ്ങൾ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് നിങ്ങൾ മോഡേൺ ഫിസിക്സിന്റെ ബേസ് ചെയ്തുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ലൈറ്റ് ഓഫ് എനർജി 12.75 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഇൻസിഡൻറ്റ് ഓൺ ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് മക്കളെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജനിലേക്ക് വന്നു വിടുന്ന റേഡിയേഷൻ്റെ എനർജി എന്താണ്? 12.75 ഇലക്ട്രോൺ വോൾട്ട് ആണ്. The atom absorbs the radiation and reaches to one of its excited states. ആറ്റം എന്താ ചെയ്യുക? ആ റേഡിയേഷൻ അങ്ങ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യും. The angular momentum of atom in the excited state is given as x/pi into 10⁻⁻17 electron volt seconds. What is the value of x? ഇവരെ ക്വസ്റ്റ്യനിൽ എച്ചിൻ്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. 4.14 × 10⁻⁻15 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ്. ആൻഡ് ദി വാല്യൂ ഓഫ് C is 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ nth ഓർബിറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള nth സ്റ്റേറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം NH/2π അല്ലേ? ഈ nth സ്റ്റേറ്റിലുള്ള എനർജി -13.6/n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഇനിഷ്യലി നമ്മുടെ ആറ്റം എവിടെയാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി എത്രയാണ്? -13.6 അല്ലേ? കാരണം nth സ്റ്റേറ്റിൽ -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ N1 ആണ്. ഇതിലേക്ക് കിട്ടുന്ന എക്സ്ട്രാ എനർജി എന്താണ്? ആറ്റം അബ്സോർബ് ചെയ്യുന്ന എക്സ്ട്രാ എനർജി 12.75 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ?
ആറ്റം ഇത്രയ്ക്ക് എക്സ്ട്രാ എനർജി മക്കളെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് nth സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് ആറ്റം എങ്ങോട്ട് ജമ്പ് ചെയ്യുന്നത്, അതിൻ്റെ nth സ്റ്റേറ്റിലേക്ക് മക്കളെ ജമ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ nth സ്റ്റേറ്റിലുള്ള എനർജി -13.6 ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. മനസ്സിലായോ? nth സ്റ്റേറ്റിലുള്ള എനർജി എന്താ മക്കളെ, -13.6 ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആരെ വാല്യൂ കാണാൻ പറ്റും, എൻ്റെ വാല്യൂ കാണാൻ പറ്റും. ശരിയല്ലടാ? നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മക്കളെ സോൾവ് ചെയ്ത് നോക്കിയേ. നമുക്ക് ആരെ വാല്യൂ കിട്ടും, എൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് എന്താ വരിക, 0.85 എന്നല്ലേ വരിക. ഇവിടെ -0.85 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ബൈ n². ഓക്കെ, അപ്പോൾ അതങ്ങ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ മക്കളെ എന്താ വരിക, നമുക്ക് n² വാല്യൂ 16 എന്നല്ല കിട്ടുക. ദി വാല്യൂ ഓഫ് n² കംസ് ടു ബി 16. n² 16 എന്ന് കിട്ടും. n² 16 ആണെങ്കിൽ n4 അല്ലേ, ഇപ്പോൾ 4th സ്റ്റേറ്റിലേക്കല്ലേ ജമ്പ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ 4th സ്റ്റേറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. 4th സ്റ്റേറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്താ മക്കളെ, nh/2π അല്ലേ. സോ 4th സ്റ്റേറ്റ് ആയതുകൊണ്ട് 4h/2π. അതായത് മക്കളെ ആംഗുലർ മൊമെൻറ്റം നമുക്ക് 2h/π എന്നാണ് കിട്ടുക. 2h/π ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് h. h എന്താണ്, 4.14 ഇൻറ്റു 4.14 ഇൻറ്റു എന്താ മക്കളെ 10⁻⁻15 ബൈ എന്താ വരിക, ബൈ പൈ എന്ന് വരും. ഓക്കെ, അവരവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, x/π ഇൻറ്റു 10⁻⁻17 എന്നാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ഈസിയാണ്. ഇങ്ങനെ കിട്ടും 828 ഇൻറ്റു 10⁻⁻17 ബൈ പൈ. ദിസ് മച്ച് എന്താ മക്കളെ, ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ്. അപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ 828 ആണ്. 828 ആണ് കേട്ടോ. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത നിങ്ങൾ 25th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ സർട്ടൻ പ്രഷർ പി എസ് അപ്ലൈഡ് ടു 1 ലിറ്റർ ഓഫ് വാട്ടർ and 2 ലിറ്റർ ഓഫ് എ ലിക്വിഡ് സെപ്പറേറ്റ്ലി. നമ്മൾ മക്കളെ സെയിം പ്രഷർ 1 ലിറ്റർ വെള്ളത്തിലേക്കും പിന്നെ 2 ലിറ്ററിലുള്ള ഒരു അൺനോൺ ലിക്വിഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്ടർ ഗെറ്റ്സ് കംപ്രസ്ഡ് ടു 0.01% വേർ ദി ലിക്വിഡ് ഗെറ്റ്സ് കംപ്രസ്ഡ് ടു 0.03%. വെള്ളം 0.01% കംപ്രസ്ഡ് ആയി, ആ ലിക്വിഡ് 0.03% കംപ്രസ്ഡ് ആയി. The ratio of bulk modulus of water to that unknown liquid is 3/x. What is the value of x? നമ്മുടെ വെള്ളത്തിൻ്റെ ബൾക്ക് മോഡുലസും ആ അൺനോൺ ലിക്വിഡിൻ്റെ ബൾക്ക് മോഡുലസും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വെള്ളം 0.01% കംപ്രസ്ഡ് ആയി, മീൻസ് -dV1/V1 എത്രയാണ് മക്കളെ, 0.01/100 അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയിടാം. ഈ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ റേഷ്യോ വോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിക്രീസ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ എടുക്കുന്നത്. അതായത് -dV1/V1 ഇൻറ്റു 100 ആണ് എന്ത്, 0.01. അപ്പോൾ വെള്ളത്തിൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ഡിക്രീസ് എന്താ വരിക, -dV1/V1 ഈക്വൽസ് 0.01/100 എന്ന് കിട്ടും. അതേപോലെ അൺനോൺ ലിക്വിഡിൻ്റെ വോളിയത്തിലുള്ള ഫ്രാക്ഷണൽ ഡിക്രീസ് -dV2/V2. ഞാൻ അൺനോൺ ലിക്വിഡിൻ്റെ വോളിയം V2 ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്താ മക്കളെ, 0.03/100 അല്ലേ. ശരിയല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഹൂക്സ് ലോന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ, അതെന്താണ്, പ്രഷർ ഇൻക്രീസ് ഇൻ പ്രഷർ ഈക്വൽസ് അല്ലേ, ഇൻക്രീസ് ഓഫ് പ്രഷർ ΔP ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ബൾക്ക് മോഡുലസ് ഇൻറ്റു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ. ഈ ഫസ്റ്റ് വണ്ണിൻ്റെ കേസിൽ ഇൻക്രീസ് ഓഫ് പ്രഷർ, വെള്ളത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്താണ്, P ആണ്. സോ P ഈക്വൽസ് മൈനസ് ഓഫ് ലെറ്റ് B1 ബി ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ബൾക്ക് മോഡുലസ് എന്താണ്, B1 ആണ്. ഇൻറ്റു വെള്ളത്തിൻ്റെ വോളിയത്തിലുള്ള ഫ്രാക്ഷണൽ ചേഞ്ച് dV1/V1. സെക്കൻഡ് ലിക്വിഡിലേക്ക് നമ്മൾ സെയിം പ്രഷറല്ല മക്കൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലിക്വിഡിൻ്റെ കേസിലും ΔP ചേഞ്ച് ഓഫ് പ്രഷർ എന്താണ്, P തന്നെയാണ്. സെക്കൻഡ് ലിക്വിഡിൻ്റെ ബൾക്ക് മോഡുലസ് ഇതാണ്ട് B2 ആണ്. സോ -B2 ഇൻറ്റു അതിൻ്റെ വോളിയത്തിലുള്ള ഫ്രാക്ഷണൽ ഡിക്രീസ് എന്താണ്, dV2/V2 അല്ലേ. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, രണ്ട് കേസിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, B1 ഇൻറ്റു dV1/V1 ഈക്വൽ ടു എന്താ മക്കളെ, B2 ഇൻറ്റു dV2/V2 എന്ന് കിട്ടും. എന്താ കമ്പ്യൂട്ട് ചെയ്യണ്ടേ, നമുക്കിവിടെ എന്താ കാണണ്ടേ, റേഷ്യോ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ടു ദാറ്റ് അൺനോൺ ലിക്വിഡ്. അതായത് B1/V2 അല്ലേ കാണണ്ടേ. വെള്ളത്തിൻ്റെ ബൾക്ക് മോഡുലസും ആ അൺനോൺ ലിക്വിഡിൻ്റെ ബൾക്ക് മോഡുലസും തമ്മിലുള്ള റേഷ്യോ മക്കളെ കാണണം, B1/V2 കാണണം. B1/V2 എന്താ വരിക, dV2/V2 ഓൾ ഡിവൈഡഡ് ബൈ താഴെ എന്താണ് dV1/V1 അല്ലേ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, dV2/V2/dV1/V1 കാണുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് 3/x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ മക്കളെ,
ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു റേഷ്യോ 3/x ആയിട്ടാണ്. സോ ദി വാല്യൂ ഓഫ് എക്സ് കംസ് ടു ബി 1. എക്സ് എന്താണ്? 1 ആണ്. മനസ്സിലായോ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ഈക്വൽ പോസിറ്റീവ് പോയിന്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. അതായത് മക്കളെ നമ്മൾ 2 ഈക്വൽ പോസിറ്റീവ് പോയിന്റ് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? 2a ആണ്. മനസ്സിലായോ? അതായത് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള 2 ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്താ മക്കളെ? 2a. The distance of a point from the center of line joining two charges on the equatorial line means perpendicular bisector at which force experienced by a test charge Q0 becomes maximum is a by root x. What is the value of x? അതായത് മക്കളെ ഈ ഒരു 2 ചാർജസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് മുകളിൽ എക്സ് ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് മാക്സിമം ആണ്. ഈ പോയിന്റിൽ നമ്മൾ ഒരു Q0 ചാർജ് വെച്ചാൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് മാക്സിമം ആണ്. അങ്ങനെയാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കാണണം. മീൻസ് ഈക്വറ്റോറിയൽ ലൈനിൽ എത്ര ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ ഒരു തേർഡ് ചാർജ് വെച്ചാൽ അതിന് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതെല്ലാം മക്കളെ കാണണ്ടേ? ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും, ഈ ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും, ഈ 2 ഫോഴ്സിൻ്റെയും റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആ റിസൾട്ടന്റ് ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താകണം? 0 ആകണം. അതായത് മക്കളെ നെറ്റ് ഫോഴ്സ് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്താണ്? d/dx ഓഫ് എഫ് നെറ്റ് ഷുഡ് ബി 0. ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ Q ചാർജ് ഇതിന് മുകളിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ചാർജ് നിന്ന് Q0യിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ചാർജ് നിന്നും ആ ഒരു Q0യിലേക്കുള്ള ദൂരം എന്താ മക്കളെ വരിക? 6 എന്നല്ലേ വരിക. ഇത് 6 ആണെങ്കിൽ ഇതും 6 അല്ലേ? സ്വാഭാവികമായും ഈ Q0നെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? ഈ ഒരു Q മക്കളെ Q0നെ എന്താ ചെയ്യുക? അങ്ങ് റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? F അല്ലേ? ആ എഫ് എന്താണ്? 1/4πε0 ഇൻറ്റു Q ഇൻറ്റു Q0/r² അല്ലേ? എടാ ഒന്നുമില്ലടാ, നമ്മൾ കൂളംസ് ലോ അപ്ലൈ ചെയ്തു. സെയിം ഫോഴ്സിലല്ലേ ഈ ചാർജിനെ റിപ്പൽ ചെയ്യാം. ഇയാളെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് മക്കളെ എന്താണ്? സെയിം തന്നെയാണ്. കാരണം 1/4πε0 ഇൻറ്റു Q0 എന്താ കിട്ടുക? r² എന്ന് കിട്ടും. ആ 2 ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മക്കളെ സെയിം അല്ലേ? ഇനി നമുക്കതിൻ്റെ റിസൾട്ടൻ്റാണ് കാണേണ്ടത്. ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് എടുത്താൽ ഈ ആംഗിളും തീറ്റയാണ്, ഇതും തീറ്റയാണ്, ഇതും തീറ്റയാണ്. മക്കളെ നിങ്ങൾ നോക്കിയേ, ഈ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യുമ്പം ഈ 2 പേരുടെയും ഒറിസോണ്ടൽ കമ്പോണൻസ് സൈൻ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു പോകും. ഈ എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് വരും, എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. ആ 2 എഫ് സൈൻ തീറ്റയും എന്ത് ചെയ്തു പോകും? ക്യാൻസലായി പോകും. ഒരു എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. ശരിയല്ലേ? ഈ ഒരു എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് വന്നു. മനസ്സിലായോ? പിന്നെ അടുത്തത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എവിടെ മക്കളെ? വേറൊരു എഫ് സൈൻ തീറ്റ താണ്ട് ഇങ്ങോട്ട് വന്നു. ആ 2 എഫ് സൈൻ തീറ്റ എന്ത് ചെയ്തു പോയി? ക്യാൻസലായി പോയി. ശരിയല്ലേ? ആ 2 എഫ് സൈൻ തീറ്റ ക്യാൻസലായി പോയി. ഓക്കെ, 2 പേരുടെയും എഫ് കോസ് തീറ്റാസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 2ൻ്റെയും എഫ് കോസ് തീറ്റ മക്കളെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എഫ് കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. സോ വാട്ട് ഇസ് ദി നെറ്റ് വാല്യൂ ഓഫ് ഫോഴ്സ്? ദി വാല്യൂ ഓഫ് നെറ്റ് ഫോഴ്സ് കംസ് ടു ബി 2f കോസ് തീറ്റ. നിങ്ങൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് ഒന്ന് നോക്കിയടാ. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? 2f കോസ് തീറ്റ അല്ലേ? യെസ്, 2f കോസ് തീറ്റ അല്ലേ? നമുക്ക് ആ നെറ്റ് ഫോഴ്സ് കാണണം. 2 ഇൻറ്റു ഞാൻ 1/4πε0നെ K എന്ന് വിളിക്കുന്നു. മക്കളെ 1/4πε0നെ നമ്മൾ എന്താ വിളിക്കുന്നത്? K. സോ K ഇൻറ്റു ഈ ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്, Q0നെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്. ഇവിടെ ഒരു Q0 ചാർജ് ഉണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ദറ്റ് ഫോഴ്സ്? 1/4πε0 K ആണ്. Q ഇൻറ്റു Q0, Q0/r² അല്ലേ? ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് കോസ് തീറ്റ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലേക്ക് നോക്കിയടാ. കോസ് തീറ്റന്റെ വാല്യൂ എന്താണ് മക്കളെ? x/r അല്ലേ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ x/r ആണ്. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് നെറ്റ് ഫോഴ്സ്? ദി വാല്യൂ ഓഫ് നെറ്റ് ഫോഴ്സ് ഇസ് ഹൗ മച്ച്? 2k Q0 x/r³ അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മക്കളെ ആറിന്റെ വാല്യൂ എന്താ കിട്ടുക? r = a² + x² ഓൾ റൈസ് ടു 1/2 അല്ലടാ. ഹൈപ്പോട്ടനസ് അല്ലേ r? √a² + x² അല്ലേ? അങ്ങനെയാണെങ്കിൽ r³ വാല്യൂ എന്താണ്? സോ ദി വാല്യൂ ഓഫ് നെറ്റ് ഫോഴ്സ് ഇസ് ഹൗ മച്ച്? 2k Q0 x/r³ എന്താ വരിക? a² + x² ഓൾ റൈസ് ടു
3/2 എന്ന് കിട്ടും. എനിവേ മക്കളെ എക്സ് വാരി ചെയ്യും തോറും ഈ കാണിച്ചിരിക്കുന്ന എക്സ് വാരി ചെയ്യും തോറും എന്താ അവിടെ സംഭവിക്കുക? ഫോഴ്സ് വാരി ചെയ്യും. ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് അവർ ഫോഴ്സ് ബിക്കംസ് മാക്സിമം. എക്സിന്റെ ഒരു പ്രത്യേക വാല്യൂല് നമ്മുടെ ഫോഴ്സ് എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. അങ്ങനെ മാക്സിമം ആകുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മുടെ നെറ്റ് ഫോഴ്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താകും? 0 ആകും. അതായത് ഈ നെറ്റ് ഫോഴ്സ് മക്കളെ മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്താണ്? d/dx ഓഫ് നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0 അല്ലേ? അതായത് റിലേറ്റീവ് ടു എക്സ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താകണം? 0 ആകണം. എന്തായാലും മക്കളെ 2k/q/q0 കോൺസ്റ്റൻസ് ആണ്. കോഷ്യൻ റൂൾ വെച്ച് ഈ റേഷ്യോനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ അതായത് a² + x² × 3/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ് dx/dx എന്ന മക്കളെ 1 അല്ലേ, മൈനസ് ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? ദി ഡെറിവേറ്റീവ് ഓഫ് a² + x² × 3/2 വിത്ത് റെസ്പെക്ട് ടു എക്സ് d/dx ഓഫ് a² + x² × 3/2 എന്താ വരിക? 3/2 ഇൻറ്റു a² + x² എന്താ 3/2 - 1 1/2 അല്ലേ, ഇൻറ്റു ഇതിനകത്തുള്ള ക്വാണ്ടിറ്റി നോക്കി a² + x² അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ, 2x ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്താ മക്കളത്? a² + x². ദിസ് ക്വാണ്ടിറ്റി ഷുഡ് ബി 0. ഇതെന്താവണം? 0 ആവണം. അത് 0 ആവണമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മക്കളെ 0 ആവണമെങ്കിൽ ഈ സാധനം 0 ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? a² + x² × 3/2 = ഇവിടെ നമുക്ക് ഈ 2ഉം 2ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. x × x എന്താണ്? x² അല്ലേ. സോ 3x² ഇൻറ്റു എന്താ വരിക? a² + x² × 1/2 അല്ലേ. ഈ a² + x² × 3/2 മീൻസ് a² + x² ഇൻറ്റു a² + x² × 1/2 അല്ലേ. അപ്പോൾ ഇവിടുത്തെ a² + x² × 1/2ഉം ഈ 3/2ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ എന്തേ കാണത്തുള്ളൂ? a² + x² കാണത്തുള്ളൂ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് a²? a² = 2x² എന്ന് കിട്ടും. നമുക്ക് എന്താ മക്കളെ കാണുന്നുണ്ട്? എക്സ് അല്ലേ കാണുന്നുണ്ട്. എക്സിന്റെ വാല്യൂ a/√2 എന്ന് കിട്ടും. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എക്സ്? a/√2. അപ്പോൾ അതിന്റെ ആൻസർ എന്താ മക്കളെ? a/√2 ആണ്. മനസ്സിലായോ? അടുത്ത നിങ്ങൾ നോക്കി ഒപ്റ്റിക്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. എ തിൻ സിലിണ്ടറിക്കൽ റോഡ് ഓഫ് ലെങ്ത് 10 cm is placed horizontally on the principal axis of a concave mirror of focal length 20 cm. അതായത് മക്കളെ നമ്മൾ ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ ഒരു റോഡ് വെച്ചിട്ടുണ്ട്. മക്കളെ റോഡ് ലൈങ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് മിറർ. ആ റോഡ് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലാണ്. മനസ്സിലായോ? അതാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റോഡ് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സേ ഞാൻ ഈ റോഡിനെ AB എന്ന് വിളിക്കുന്നു. ആ റോഡിന്റെ ലെങ്ത് എത്രയാണ് മക്കളെ? വാട്ട് ഇസ് ദി ലെങ്ത് ഓഫ് റോഡ്? ലെങ്ത് ഓഫ് റോഡ് ഇസ് ഹൗ മച്ച്? 10 cm. ആ റോഡിന്റെ നീളം 10 cm ആണ്. അതിന്റെ ഹാഫ് ലെങ്ത് എത്ര വരും? 5 cm. നമ്മുടെ സെക്കൻഡ് ഹാഫിന്റെ ലെങ്ത് എന്താ വരിക? അത് 5 cm എന്ന് കിട്ടും. കാരണം റോഡിന്റെ ടോട്ടൽ ലെങ്ത് 10 cm ആണ്. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. സേ അതിന്റെ പോൾ P ആണ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 cm അല്ലേ. എടാ നമുക്കറിയാം കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് മക്കളെ നെഗറ്റീവ് ആണ്. എഫിന്റെ വാല്യൂ എത്ര വരും? ദി വാല്യൂ ഓഫ് എഫ് ഇസ് ഹൗ മച്ച്? -20 cm. ഗോട്ട് ഇറ്റ്? The road is placed in such a way that midpoint of road is at 40 cm from pole of mirror. ഈ റോഡിന്റെ മിഡ് പോയിന്റ് നമ്മുടെ മിററിന്റെ പോളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ്? 40 cm ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ്. ഈ ഡിസ്റ്റൻസ് നമുക്കുള്ള 40 cm ആണ്. അതായത് റോഡിന്റെ മിഡ് പോയിന്റ് നമ്മുടെ മിററിന്റെ പോളിൽ നിന്ന് 40 cm ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദി ലെങ്ത് ഓഫ് ഇമേജ് ഫോംഡ് ബൈ മിറർ വിൽ ബി x/3 cm. ആ ഒരു മിറർ ഫോം ചെയ്യുന്ന ഇമേജ് ലെങ്ത് എന്താണ്? x/3 cm ആണ്. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എക്സ്? നമുക്ക് എക്സ് ആണ് മക്കളെ കാണേണ്ടത്. നമുക്കറിയാം ഇവിടെ ഫോക്കസിന് വെളിയിലായിട്ടല്ലേ നമ്മൾ ആ റോഡ് മക്കളെ വെച്ചിരിക്കുന്നത്. വെനെവർ എ റിയൽ ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ, ഇൻ ഫ്രണ്ട് മീൻസ് ബിയോണ്ട് ദി ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ, ദെൻ ഇറ്റ് ഓൾവേസ് ഫോംസ് എൻ ഇൻവേർട്ടഡ് റിയൽ ഇമേജ്. നമ്മൾ കോൺകേവ് മിററിന്റെ ഫോക്കസിന് പുറത്തായിട്ട്, അതായത് ഫോക്കസിനും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കായിട്ട് ഒരു റിയൽ ഒബ്ജക്റ്റ് വെച്ചാൽ കോൺകേവ് മിറർ എങ്ങനെയുള്ള ഇമേജാണ് ഫോം ചെയ്യാം? റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് മക്കളെ കാണാൻ പറ്റുക. ബി പറയും എ പറയണം വരിക. മനസ്സിലായോ? നമുക്ക് ഓരോന്നിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് എന്റെ കേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്റെ കേസാണ്. വാട്ട് ഇസ് ദി ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് എൻഡ് എ? മക്കളെ നമ്മൾ വാട്ട് ഇസ് ദി ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് എൻഡ് എ? എടാ ഇമേജ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ആദ്യം ഒബ്ജക്ട് ഡിസ്റ്റൻസ് കാണണ്ടേ?
നമ്മളെല്ലാ ഡിസ്റ്റൻസും പോളെന്നല്ലേ മെഷർ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോളെന്ന ഒബ്ജക്റ്റിലേക്കല്ലേ മെഷർ ചെയ്യേണ്ടത്. മക്കളെ ഈ ലൈറ്റ് എങ്ങനെയാ പോവുക? ഇൻസിഡന്റ് ലൈറ്റ് ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ഫ്രം റിയൽ ഒബ്ജക്റ്റ് മിറർ അല്ലേ. ഇൻസിഡന്റ് ലൈറ്റ് റിയൽ ഒബ്ജക്റ്റ് മിററിലേക്കല്ലേ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ യു എൻ്റെ വാല്യൂ മക്കളെ -PA എന്ന് കിട്ടും. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് -PA? -PA എന്ന് പറഞ്ഞാൽ എന്താ വരിക? -40 + 5. അത് മക്കളെ -45 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. PA എന്തായാലും കിട്ടി. ഫോക്കൽ ലെങ്ത് നമുക്കറിയാം -20 ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മിറർ ഫോർമുലയാണ്, ലെൻസ് ഫോർമുലയല്ല. മക്കളെ നിങ്ങൾ വളരെ കോൺഷ്യസ് ആവണേ. ചെയ്യുമ്പോൾ 1/u + 1/v = 1/f തന്നെ എഴുതണം. അല്ലാണ്ട് -1/u + 1/v = 1/f എന്ന് എഴുതരുത്. മനസ്സിലായോ? മിറർ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 1/u കാണുമ്പോൾ -1/45 + 1/va = 1/f is how much? -1/20. So 1/va = നമുക്ക് മക്കളെ 1/va എന്താ കിട്ടുക? 1/va നമ്മൾ ചെയ്യുമ്പോൾ 1/45 - 1/20 എന്ന് കിട്ടും അല്ലേ. അത് നമുക്കതിൻ്റെ LCM 90 ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ 90/45 2 വരും, -90/20 4.5 വന്നു അല്ലേ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/va വാല്യൂ എത്രയാണ് മക്കളെ കിട്ടുന്നത്? 2 - 4.5 - 2.5 ബൈ എന്താ വരുന്നത്? 90 എന്ന് വന്നു. സോ വാട്ട് ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് VA? മക്കളെ VA മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 90/2.5 എന്ന് കിട്ടും. അതായത് അതിൻ്റെ വാല്യൂ നമ്മൾ 90/2.5, അതായത് 180 എത്ര വരിക? 5 എന്ന് വന്നു. ശരിയല്ലേ? നമുക്ക് ആ വാല്യൂ മക്കൾ എത്ര കിട്ടുന്നത്? 180/5 എന്ന് കിട്ടി. ഓക്കെ, സോ ഇറ്റ് കംസ് ടു ബി എത്ര മക്കളെ? 180/5 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കറക്റ്റ്. നമുക്ക് VA വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, എനിക്കിവിടെ VA വാല്യൂ മക്കളെ 36 എന്ന് കിട്ടി. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? നമുക്ക് B എന്ന എൻഡിലേക്കുള്ള ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് കാണണം അല്ലേ. ഇപ്പോൾ B എന്ന എൻഡിൻ്റെ റിഫ്രാക്ഷൻ ഇതേപോലെ ചെക്ക് ചെയ്താൽ നിങ്ങൾ മക്കളെ B എന്ന എൻഡിലേക്ക് ഒന്ന് നോക്കുക. ബിയുടെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -PB അല്ലേ. കാരണം ഇൻസിഡന്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ബിയുടെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്താ കിട്ടുക? -PB എന്ന് കിട്ടും അല്ലേ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ മക്കളെ -PB എന്ന് കിട്ടി. -PB എന്താ വരിക? 40 - 5 അല്ലേ PBയുടെ മാഗ്നിറ്റ്യൂഡ്. അത് 35 അല്ലേ. സോ -PB is how much? -35 സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 40 - 5 ആണ്, -35 ആണ്. ഇതൊരു കോൺകേവ് മിററാണ്. ഫോക്കൽ ലെങ്ത് -20 അല്ലേ. നമ്മളിവിടെ മക്കളെ നമ്മുടെ മിറർ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 1/u + 1/v = എന്താ മക്കളെ? 1/f അല്ലേ. 1/u കാണുമ്പോൾ എന്താ കിട്ടുക? -1/35 + 1/bയുടെ ഇമേജ് ഡിസ്റ്റൻസ് VB = 1/f -1/20 or 1/vb = എന്താ മക്കളെ? 1/35 - 1/20 അല്ലേ. അപ്പോൾ അതിൻ്റെ LCM നമ്മളെടുത്താൽ 70 എന്ന് വരും. ഇവിടെ 70/35 2 മൈനസ് എന്താ കിട്ടുക നമുക്ക്? 70/20 3.5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ 1/vbൻ്റെ വാല്യൂ എന്തായിരിക്കും? ദി വാല്യൂ ഓഫ് 1/vb is how much? ദി വാല്യൂ ഓഫ് 1/vb is -1.5/70 എന്ന് കിട്ടും. അങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് VBൻ്റെ വാല്യൂ എന്താ മക്കളെ കിട്ടുക? -140/3 എന്നല്ല കിട്ടുക. എടാ VB സോൾവ് ചെയ്താൽ -140/3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ വാട്ട് വുഡ് ബി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് VB? 140/3 സെൻറ്റിമീറ്റർ. VBയുടെ മാഗ്നിറ്റ്യൂഡ് മക്കളെ 140/3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? എനിവേ നമുക്കൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് അല്ലേ കിട്ടുന്നത്. നോക്കിയാൽ നിങ്ങൾ VBS ഒബ്വിയസ്ലി മോർ ദാൻ VA അല്ലേ. നമുക്ക് തലകുത്തനുള്ള ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? തിരിഞ്ഞു പോയിട്ടുണ്ട് ഇമേജ് അല്ലേ. ഒബ്ജക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനൊരു ഇൻവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇമേജ് എങ്ങനെയാണ് മക്കളെ വരിക? ഇമേജ് എന്തായാലും ഇൻവേർട്ടഡ് ആണ്. മനസ്സിലായോ? ഈ B എന്ന എൻഡ് ഇവിടെയും A ഇവിടെയാണ് വരിക. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ VBയുടെ മാഗ്നിറ്റ്യൂഡ്. ഈ ഡിസ്റ്റൻസ് ആണ് മക്കളെ ആരുടെ മാഗ്നിറ്റ്യൂഡ്? VAൻ്റെ മാഗ്നിറ്റ്യൂഡ്. എന്താ ഇവിടെ കാണണ്ടേ? ലെങ്ത് ഓഫ് ഇമേജ് അല്ലേ കാണണ്ടേ? ലെങ്ത് ഓഫ് ഇമേജ് അല്ലേ. ഈ ലെങ്ത് എന്തായിരിക്കും? ആ ലെങ്ത് കാണാൻ നമ്മൾ VB - VA കണ്ടാൽ പോരെ. ആ ലെങ്ത് എന്താ മക്കളെ? VB - VA. ഓക്കെ, ഞാനിവിടെ ലെങ്ത് ആണ് മക്കളെ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ലെങ്ത് ഓഫ് ഇമേജ് = എന്താ വരുന്നത്? VB - VA അല്ലേ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് VB - VA? VB - VA എന്താണ്?
140/3 മൈനസ് 36 അല്ലേ? അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ 32/3 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക അല്ലേ? ലെങ്ത് ഓഫ് ഇമേജ് എത്രയാണ് മക്കളെ വരിക? 32/3 അല്ലേ? 140 മൈനസ് 36 × 3 എന്നാണ് 108 ശരിയല്ലേ? /3. സോ ദാറ്റ് ഇസ് ഹൗ മച്ച്? 32/3 സെൻറ്റിമീറ്റർ. ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന ആൻസർ നോക്കി x/3 എന്നല്ലേ? 32/3. സോ ആ എക്സിന് പകരം എന്താ വരിക? 32 എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ റൊട്ടേഷണൽ മോഷനിലുള്ള റോളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. A solid cylinder is released from rest from the top of inclined plane of inclination 30 degree and length 60 centimeter. സോളിഡ് സിലിണ്ടർ ഇൻക്ലൈൻ പ്ലെയിനിന് മേളിൽ നിന്ന് താഴേക്ക് റോൾ ചെയ്യുന്നുണ്ട്. ആ ഇൻക്ലൈൻ പ്ലെയിനിന്റെ നീളം എന്താണ്? 60 സെന്റിമീറ്റർ ആണ്. ഈ ആംഗിൾ മക്കളെ 30 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇൻക്ലൈൻ്റെ ഹൈറ്റ് എന്താ മക്കളെ വരിക? ആ ഒരു ഡാറ്റ നമുക്ക് സിമ്പിളായിട്ട് ഇൻക്ലൈൻ്റെ ഹൈറ്റ് മക്കളെ കാണാം അല്ലേ? എന്താ മക്കളെ? 60 sin 30. 60 sin 30 എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ അല്ലേ? What is the speed of rolling body at the bottom of inclined plane? Take GS 10 meter per second square. ഈ ബോഡി റോൾ ചെയ്ത് താഴെത്തുമ്പോൾ അതിൻ്റെ സ്പീഡല്ലേ കാണണ്ടേ? ബോഡി മക്കളെ റോൾ ചെയ്തിട്ട് താഴെത്തി ആ ബോഡിയുടെ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ബോഡി മക്കളെ താഴേക്ക് റോൾ ചെയ്യുന്നുണ്ട്. സേ ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ ആംഗിൾ എന്താണ്? തീറ്റയാണ്. മനസ്സിലായോ? ഈ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ഈ ബോഡി എന്ത് ചെയ്യുന്നു? റോൾ ചെയ്യുന്നു. ഈ ബോഡി മക്കളെ താഴെത്തുമ്പോഴുള്ള സ്പീഡല്ലേ കാണണ്ടേ? നിങ്ങൾ നന്നായിട്ട് നോക്കിയടാ. ഇതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാ മക്കളെ? ഒരു ഫോഴ്സ് ഇതിന്റെ വെയിറ്റ് mg അല്ലേ? ആ mg നമുക്ക് റിസോൾവ് ചെയ്യാൻ മേലെ. വാട്ട് ഇസ് ദി കമ്പോണന്റ് ഓഫ് mg ഡൗൺ അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഡൗൺ അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ mgന്റെ കമ്പോണന്റ് mg സൈൻ തീറ്റയാണ്. വാട്ട് കമ്പോണന്റ് ഓഫ് mg ഇസ് നോർമൽ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഇൻക്ലൈൻഡ് പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള mgന്റെ കമ്പോണന്റ് ഏതാണ്? mg കോസ് തീറ്റയാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു കോണ്ടാക്റ്റിന് നോർമലായിട്ട് ഏത് ഫോഴ്സ് ഉണ്ടാകും? നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാകും. ശരിയല്ലേ മക്കളെ? ബോഡി അങ്ങ് താഴേക്ക് റോൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ mg സൈൻ തീറ്റ എന്ന ഫോഴ്സ് ഉള്ളതുകൊണ്ട് ബോട്ടമോസ്റ്റ് പോയിന്റിന് താഴേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണും. പക്ഷേ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് നോ സ്ലിപ്പിംഗ്. ആ സ്ലിപ്പിങ്ങിനുള്ള ടെൻഡൻസിയെ ആരാ ഒപ്പോസ് ചെയ്യുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മക്കളെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയടാ, ഈ mg സൈൻ തീറ്റൻ്റെയും mg കോസ് തീറ്റൻ്റെയും നോർമൽ ഫോഴ്സിൻ്റെയും ആ മൂന്ന് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്ന് ഫോഴ്സിനും ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിന് ബൗട്ടായിട്ട് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല? ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സെൻറ്റർ ഓഫ് മാസിന് ബൗട്ടായിട്ട് ടോർക്ക് ഉണ്ടാക്കുന്നത്, ഈ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ആരാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ബോഡി എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ മക്കളെ നോക്കിയാലേ നമുക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് രണ്ട് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കാണാം, നോർമൽ ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷനും. പിന്നെ നമ്മൾ കാണുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ആണെങ്കിലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് സ്ലിപ്പ് ചെയ്യുന്നില്ലല്ലോ. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ വെലോസിറ്റി 0 അല്ലേ? ബിക്കോസ് ബോഡി ഇസ് നോട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് 0 ആണ്. ബോഡി റോൾ ചെയ്യുന്നുള്ളൂ, സ്ലിപ്പ് ചെയ്യുന്നില്ല. ഇതിനു മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇസ് കൺസേർവ്ഡ്. ഇതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താ മക്കളെ? കൺസേർവ്ഡ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാം, ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താ മക്കളെ? ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ബോഡി റെസ്റ്റ് നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 അല്ലേ? ഇനിഷ്യലി ബോഡി h ആയിട്ട് മേളിലാണ്. സോ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് mgh. ഈ ഫൈനൽ കൈനറ്റിക് എനർജി കാണുമ്പോൾ നിങ്ങൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യണം. കാരണം അത് റോളിംഗ് മോഷനാണ്. റോളിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനെയും റൊട്ടേഷനെയും കമ്പൈൻഡ് മോഷനാണ്. ബോഡി സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും, സെയിം ടൈം സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്താ മക്കളെ? ½ mv² പ്ലസ് ½ ω² അല്ലേ? ഫൈനലി ബോഡി താഴെത്തി, ഫൈനൽ പൊട്ടൻഷ്യൽ 0 അല്ലേ? അപ്പോൾ നമുക്കിവിടെ മക്കളെ I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. ആ ഒരു സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നത് റോളിംഗ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I. അതിൻ്റെ വാല്യൂ ഞാൻ ജനറൽ ആയിട്ട് mk² എന്ന് എഴുതുന്നു.
വേർ കേസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ബോഡി. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ കെ സ്ക്വയറിന്റെ വാല്യൂ എന്താ മക്കളെ? ഒന്നിവിടെ നോക്കിയാൽ നിങ്ങൾ, ബോഡി ഏതാണ്? സോളിഡ് സിലിണ്ടർ ആണ്. അപ്പോൾ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ ബൈ 2 ആണ്. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1/2 എന്ന് കിട്ടും സോളിഡ് സിലിണ്ടറിന്. പിന്നെ ബോഡി മക്കളെ പ്യുവർ റോളിങ്ങിലാണ്. പ്യുവർ റോളിങ്ങിലുള്ള കണ്ടീഷൻ എന്താണ്? വി ഈക്വൽ ടു ആർ ഒമേഗ ആവണ്ടേ? കാരണം ഈ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി വി ആണെങ്കിൽ ബോട്ടമോസ്റ്റ് പോയിന്റിന് വി മുന്നോട്ട് കിട്ടും. ഈ റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് ആർ ഒമേഗ എന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി പുറകോട്ട് കിട്ടും. വിയും ആർ ഒമേഗയും ക്യാൻസൽ ആയി പോകണം. എന്നാലേ ബോട്ടമോസ്റ്റ് പോയിന്റ് നെറ്റ് വെലോസിറ്റി 0 ആകുള്ളൂ. അപ്പോൾ പ്യുവർ റോളിങ്ങിലുള്ള കണ്ടീഷൻ എന്താണ്? വി ഈക്വൽ ടു എന്താവണം? ആർ ഒമേഗ ആവണം. എന്നാലേ ബോട്ടമോസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആവുള്ളൂ. വി ഈക്വൽ ടു മക്കളെ ആർ ഒമേഗ അല്ലേ? വി ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ? അപ്പോൾ ഒമേഗന്റെ വാല്യൂ എന്താണ്? വി ബൈ ആർ അല്ലേ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് mgh എന്താ കിട്ടുക? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു അതിൻ്റെ വാല്യൂ എന്താണ്? എം കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നാണ് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, നമുക്ക് മക്കളെ mgh ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു എന്താ വരിക? 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇവിടെ ഒന്നിലിടെ ഞാൻ ഹാഫ് എം വി സ്ക്വയർ അങ്ങ് വെളിയിലോട്ട് എടുത്തു. ഇത് മക്കളെ സോൾവ് ചെയ്താൽ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു 2gh ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓർ വി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ വരിക? 2gh ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 ഇൻറ്റു ജിന്റെ വാല്യൂ ഒരു 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ഇൻക്ലൈൻ നമുക്ക് 30 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. 30 സെന്റിമീറ്ററിന് നമ്മൾ മീറ്റർ ആയിട്ട് മക്കളെ കൺവേർട്ട് ചെയ്യണം. അതായത് 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ ആണ്. ശരിയല്ലേ? 30 ഇൻറ്റു 10⁻². ഓക്കെ, ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. 1 പ്ലസ് സോളിഡ് സിലിണ്ടറിന്റെ കേസിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1/2 അല്ലടാ. സോളിഡ് സിലിണ്ടറിന്റെ റോളിംഗ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആർ സ്ക്വയർ ബൈ 2 ആണ്. അതിനെ നമുക്ക് എം കെ സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കെ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്താ കിട്ടുക മക്കളെ? 1/2 എന്ന് കിട്ടും. അപ്പോൾ വി എന്താ വരിക? ഇവിടെ 1 പ്ലസ് 1/2 3/2. അതിനകത്ത് 3/2 2 മേളിലേക്ക് പോകും. സോ റൂട്ട് ഓഫ് എന്ത് വരും? 4 ഇൻറ്റു 10 ഇൻറ്റു അല്ലേ? നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ 2 മേളിലേക്ക് പോയി 3യും ഈ 0.3 ക്യാൻസൽ ചെയ്ത് ഇവിടെ 0.1 വരും. സോ റൂട്ട് 4. സോ ദി ആൻസർ ഇസ് 2 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? താഴത്തുള്ള സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങൾ. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ 3 സെന്റിമീറ്റർ. അതായത് മക്കളെ സിമ്പിൾ ഹാർമോണിക്കലി ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് വിച്ച് ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി 25% മോർ ദാൻ പൊട്ടൻഷ്യൽ എനർജി ഇസ്. At what displacement of oscillating body from mean position kinetic energy will be 25% more than potential energy. അതായത് ഒരു പൊസിഷനിലുള്ള ഓസിലേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ 25% കൂടുതലാണ്. മീൻസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് 25% ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ 25% ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അതായത് ആ ഒരു പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ 1/4 എക്സ്ട്രാ ഉണ്ട്. പി പ്ലസ് PE/4 ആണ്. അത് മക്കളെ 5 PE/4 അല്ലേ? നമ്മളെന്താ കാണുന്നുണ്ട്? വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓസിലേറ്റിംഗ് ബോഡി ഫ്രം മീൻ പൊസിഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഓക്കെ, ഓസിലേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? ഓസിലേറ്റിംഗ് ബോഡിയുടെ മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ? ഓസിലേറ്റിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഹാഫ് എം ഒമേഗ സ്ക്വയറും ഹാഫ് എം ഒമേഗ സ്ക്വയറും നമ്മൾ ക്യാൻസൽ ചെയ്യും അല്ലേ? അവസാനം നമുക്ക് മക്കളെ എ സ്ക്വയർ എന്താ കിട്ടുക? എ സ്ക്വയർ ഈക്വൽ ടു ഈ മൈനസ് എക്സ് സ്ക്വയർ അങ്ങ് പോയാൽ 5x² / 4 പ്ലസ് എക്സ് സ്ക്വയർ. അതായത് മക്കളെ 9x² / 4 എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എന്താ വരുന്നത്? 3/2x എന്നല്ലടാ വരിക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ വരിക? 2a/3 എന്നല്ലേ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ്? ദി ആംപ്ലിറ്റ്യൂഡ് ഇസ് 3. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ മക്കളെ? 3 അല്ലേ? സോ എക്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു 3 അല്ലേ? ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. എക്സ് എന്താണ്? 2 സെന്റിമീറ്റർ. അവിടെ ഓസിലേറ്റിംഗ് ബോഡിയുടെ മീൻ പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ,
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് മക്കളെ. നമ്മുടെ സീരീസ് LCR സർക്യൂട്ടിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ദി LCR സർക്യൂട്ട് ഇസ് കണക്റ്റഡ് ടു എൻ AC സോഴ്സ് ഓഫ് 220 വോൾട്ട് 50 ഹെർട്സ്. ഈ 220 വോൾട്ട് AC സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് 220. ഫ്രീക്വൻസി ഓഫ് AC സോഴ്സ് എത്രയാണ് മക്കളെ? 50 ഹെർട്സ് ആണ് അല്ലേ. പിന്നെ അവർ പറഞ്ഞ ഡേറ്റ എന്താണ്? ദി സർക്യൂട്ട് കണ്ടെയ്ൻസ് റെസിസ്റ്റൻസ് 100 ohm ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 79.6 ohm. ഇതിൻ്റെ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് 100 ohm ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണ്? 79.6 ohm ആണ്. ദി കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ needed to maximize the average rate at which energy is supplied will be dash microfarad. അതായത് എത്ര കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഈ സോഴ്സ് സർക്യൂട്ടിലേക്ക് മാക്സിമം എനർജി സപ്ലൈ ചെയ്യും. എടാ സീരീസ് LCR സർക്യൂട്ടിൽ സോഴ്സ് സർക്യൂട്ടിലേക്ക് മാക്സിമം എനർജി ഡെലിവർ ചെയ്യുന്ന റെസൊണൻസിലല്ലേ? അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല മക്കളെ. റെസൊണൻസിനുള്ള കണ്ടീഷൻ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇവിടെ ഈ സോഴ്സ് സർക്യൂട്ടിലേക്ക് മാക്സിമം എനർജി ഡെലിവർ ചെയ്യുന്ന റെസൊണൻസിലാണ്. റെസൊണൻസിലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും മക്കളെ ഈക്വൽ ആണ്, ശരിയല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 79.6 ohm ആണ്. ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/ωc അല്ലേ? നമുക്ക് എന്താ മക്കളെ കാണേണ്ടത്? C കണ്ടാൽ പോരെ. C is equal to 1/ωXL എന്ന് കിട്ടും അല്ലേ? ആ സിന്റെ വാല്യൂ മൈക്രോ ഫാരഡിൽ കണ്ടാൽ മതി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2πf അല്ലേ? എഫ് എത്രയാണ്? 50 അല്ലേ? ഇപ്പൊ 2π × 50 എന്താ മക്കളെ? 100 π റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതിവിടെ ഡയറക്റ്റ് ആയിട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണത്. അതായത് 1/ωന്റെ വാല്യൂ എന്താണ്? 100 π അല്ലേ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് XL? XLന്റെ വാല്യൂ എന്താണ്? 79.6. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്താൽ സിന്റെ വാല്യൂ മക്കളെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ ആ പൈക്ക് 3.14 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1/ എന്താ വരിക? 100 × 3.14 × എന്താ മക്കളെ? 79.6 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങളൊന്നും നോക്കിയടാ, നമുക്ക് സിന്റെ വാല്യൂ എന്തിലാണ് കാണേണ്ടത്? മൈക്രോ ഫാരഡിലല്ലേ കാണേണ്ടത്. സിന്റെ വാല്യൂ മക്കളെ മൈക്രോ ഫാരഡിലാണ് കാണേണ്ടത്. സോ C is equal to, നിങ്ങൾ ഇങ്ങ് നോക്ക്, ഈ 79.6നെ നമ്മൾ നിയർലി അങ്ങ് 80 എന്ന് എടുക്കുക, 3.14 നിയർലി 3 എന്ന് എടുക്കുക, 80 × 3 എത്രയാണ് മക്കളെ? 80 × 3 എന്ന് പറഞ്ഞാൽ 240 ആണ് അല്ലേ? നമുക്കത് ഏതാണ്ടൊരു 1/240 അല്ലേ? അപ്പോൾ 1/ എന്താ കിട്ടുന്നത്? 100 × മക്കളെ എത്രയാണ്? 240 എന്ന് വരും അല്ലേ? നമുക്കറിയാം ഈ 1/ ഇവിടെ ഈ 240 ഞാൻ ഇങ്ങനെ എഴുതുന്നു, 1/100 × 2.4 × എന്താ മക്കളെ? 100. കറക്റ്റ്, ശരിയല്ലേ? ഇത് നമുക്ക് മക്കളെ ഇപ്പോൾ 1/0.24 അല്ലേ? 1/2.4 10/2.5ന്റെ വാല്യൂ മക്കളെ 10/2.4 നിയർലി നിങ്ങൾ 2.5 എന്ന് എടുക്കുക, അത് 0.4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ മക്കളെ എത്രയാണ് വരിക? ഇവിടെ നമ്മൾ സോൾവ് ചെയ്താൽ നിയർലി 0.4 × 10⁻⁴ ഫാരഡ് എന്ന് കിട്ടി. അതെങ്ങനെ എഴുതാം? 40 × 10⁻⁻6 ഫാരഡ് എന്നിടാൻ എഴുതാൻ മേലടാ. നമ്മൾ ഏതാണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് ഈ ആൻസറിൽ എത്തുന്നത്. സോ ദാറ്റ് ഇസ് നിയർലി ഹൗ മച്ച്? 40 മൈക്രോ ഫാരഡ്. സോ ദി ആൻസർ ഇസ് 40 മൈക്രോ ഫാരഡ്. നമുക്ക് വേണ്ട കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്തായിരുന്നു മക്കളെ? 40 മൈക്രോ ഫാരഡ് ആണ്. മനസ്സിലായോ? അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻസ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുന്നത് സ്ട്രിക്ട്ലി സിലബസിൻ്റെ അകത്തും തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ? കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.